ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളും സദൃശവാക്യങ്ങളുടെ പുസ്തകം 29-ാം അധ്യായം 18-ാം വാക്യവും. ഉൽപ്പത്തി പുസ്തകം The book of Genesis chapters 15 verses 1 to 6 and followed by Proverbs chapter 29 verse 18. സദൃശവാക്യം 29-18. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1 മുതൽ 6 വരെ. ഉൽപ്പത്തി പുസ്തകം കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടി മുന്നോട്ട് വന്നാട്ടെ, നിങ്ങൾക്കായി പ്രാർത്ഥിക്കട്ടെ. ഉൽപ്പത്തി കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വന്നട്ടെ. ജനസിസ്. പ്രൈസ് ദി ലോർഡ്. ചിലർക്ക് ഫോണിലായിരിക്കാം, ചിലർക്ക് ആക്ച്വലി ബൈബിളായിരിക്കാം. സ്തോത്രം. ബട്ട് എനിവേ യു ഹാവ് ടു റീഡ് ഇറ്റ്. സ്തോത്രം. റെഡി? ഉൽപ്പത്തി 15:1 മുതൽ 6 വരെ നമുക്കൊരുമിച്ച് ശബ്ദമുയർത്തി വീട്ടിൽ സംസാരിക്കുന്ന ശബ്ദത്തിൽ വായിക്കാം. ആമേൻ. എല്ലാവരും ആമേൻ പറഞ്ഞേ. ഗുഡ്. ഹല്ലേലൂയ. അതിൻ്റെ ശേഷം അബ്രാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ, അബ്രാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. അതിന് അബ്രഹാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നല്ലോ. എൻ്റെ അവകാശി ദമേശുകാരനായ ഈ എലീസർ അത്രേ എന്ന് പറഞ്ഞു. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല. എൻ്റെ വീട്ടിൽ ജനിച്ച ദാസൻ എൻ്റെ അവകാശിയാകുന്നു എന്നും അബ്രാം പറഞ്ഞു. അവൻ നിൻ്റെ അവകാശിയാകുകയില്ല. നിൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശി ആകും എന്ന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായി. പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ട് ചെന്ന്, നീ ആകാശത്തിലേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെ ആകും എന്നും അവനോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. 5-ാം വാക്യം ഒരിക്കൽ കൂടെ വായിക്കട്ടെ. അവൻ അവനെ പുറത്തു കൊണ്ട് ചെന്ന്, നീ ആകാശത്തിലേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക. നക്ഷത്രങ്ങളെ എണ്ണുക. നക്ഷത്രങ്ങളെ എണ്ണുക. നക്ഷത്രം കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. നക്ഷത്രങ്ങളെ എണ്ണുക. നക്ഷത്രങ്ങളെ എണ്ണുക. അടുത്ത് നിൽക്കുന്നവരെ നോക്കി പറ, നക്ഷത്രം എണ്ണ. പറഞ്ഞാട്ടെ, നക്ഷത്രം എണ്ണുക. നക്ഷത്രങ്ങളെ എണ്ണുക. നമ്മൾ നെഗറ്റീവായിട്ടാണ് പറയുന്നത് നക്ഷത്രത്തെ എണ്ണുന്നത്, അല്ലേ? ജീവിതത്തിൽ കേട്ടതും കണ്ടതും അനുഭവിച്ചതെല്ലാം പോസിറ്റീവാകുന്ന ഈ മണിക്കൂറിൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു, കൗണ്ട് യുവർ സ്റ്റാർസ്. നക്ഷത്രങ്ങളെ എണ്ണുക. വൈ? വാട്ട്സ് ദ റീസൺ? എന്താ കാര്യം? പ്രോവർബ് സദൃശവാക്യം 29:18. സദൃശവാക്യം 29:18. വെളിപ്പാട് ഇല്ലാത്തിടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു, ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാൻ. മലയാള ബൈബിളിൽ വെളിപ്പാട് ഇല്ലാത്തിടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നു, where there is no vision, people perish. Where there is no vision, people perish. ഇന്ന് പകൽ നാം കേൾക്കുന്ന ദൂതാണ് ഗാഡ്ലി വിഷൻ. ഗാഡ്ലി വിഷൻ. സ്തോത്രം. ദൈവികമായ ദർശനം, അല്ലെങ്കിൽ ദൈവ ദർശനം, ദൈവിക ദർശനം, ദൈവിക ദർശനം. അടുത്തുള്ളവരെ നോക്കി പറ, ദർശനം. പറഞ്ഞോടെ, ദർശനം. ദയവായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നാട്ടെ. AD 2000 ആയപ്പോഴേക്കും 20-ാം നൂറ്റാണ്ടിൽ ലോകത്തിൽ സംഭവിച്ച 10 പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ BBC സ്തോത്രം ലോകത്തിൽ എണ്ണി പറയുകയുണ്ടായി. ദൈവമക്കളാകുന്ന നമുക്ക് അഭിമാനമുള്ളതായ ഒരു കാര്യം ഉണ്ടായിരുന്നു. ബുദ്ധമതത്തിൻ്റെ തറവാടെന്നറിയപ്പെട്ടിരുന്നതായ തെക്കേ കൊറിയ ഒരു ക്രിസ്ത്യൻ രാജ്യമായി മാറ്റപ്പെട്ടത് 20-ാം നൂറ്റാണ്ടിൽ അത്രേ. ഇന്ത്യയിൽ കാണാൻ കഴിയാത്തതായ ബൃഹത്തായ മഹത്വമേറിയ ശക്തിയുള്ള കാര്യങ്ങൾ ദൈവസഭയുമായിട്ടുള്ള ബന്ധത്തിൽ ഇന്ന് തെക്കേ കൊറിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കൊറിയൻ എയർപോർട്ടുകളിൽ ഇറങ്ങിയാൽ ആൾക്കാർ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ കാണും.
ഷോപ്പിംഗ് മാളിലേക്ക് പോയാൽ, ഹോട്ടലുകളിൽ പ്രവേശിച്ചാൽ അവിടെയെല്ലാം ജനം പ്രാർത്ഥിക്കുകയാണ്. സോൾ എന്ന നാഷണൽ ക്യാപിറ്റൽ, അവിടെ തലസ്ഥാനത്ത് ഒരു പ്രെയർ മൗണ്ടൻ ഉണ്ട്. ശരാശരി ഒരു ദിവസം 3000 പേർ അവിടെ ഉപവസിച്ച് പ്രാർത്ഥിപ്പാനായി കൂടി വരുന്നു. എവിടെയും പ്രാർത്ഥനയാണ്. അങ്ങനെ ആ രാജ്യത്തെ പുതിയൊരു സ്വപ്നം കാണാൻ കഴിയാത്ത മണ്ഡലത്തിലേക്ക് ഉപയോഗിച്ചത് ഒരു വിഷണറിയെയാണ്, ഒരു ദർശനമുള്ളവനെയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഡോക്ടർ ഡേവിഡ് യോങ്കിച്ചോ. ഡേവിഡ് യോങ്കിച്ചോ ഇപ്രകാരം പറയാറുണ്ട്: ഡ്രീംസ് ആൻഡ് വിഷൻസ് ആർ ദ ലാംഗ്വേജസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ഭാഷയാണ് സ്വപ്നങ്ങളും ദർശനങ്ങളും. പരിശുദ്ധാത്മാവിൻ്റെ ഭാഷയാണ് സ്വപ്നങ്ങളും ദർശനങ്ങളും. നിങ്ങളുടെ അപ്പന് അമ്മയ്ക്ക് നിങ്ങളോട് സംസാരിപ്പാൻ ഒരു ലാംഗ്വേജ് ഉണ്ട്. മേ ബി മലയാളത്തിലായിരിക്കാം സംസാരിക്കുന്നത്. നോർത്ത് ഇന്ത്യയിൽ ജനിച്ച് വളർത്തപ്പെട്ടവരാണെങ്കിൽ ചിലപ്പോൾ ഹിന്ദിയിലായിരിക്കാം. തമിഴ്നാട്ടിൽ നിന്ന് വന്ന് തിരുവനന്തപുരത്ത് പറക്കുന്നവരാണെങ്കിൽ തമിഴിലായിരിക്കാം സംസാരിക്കുന്നത്. അവർക്കൊരു ഡയലോഗുണ്ട്, അവർക്കൊരു ഡയലക്റ്റ് ഉണ്ട്, അവർക്കൊരു ഭാഷയുണ്ട്. എന്നതുപോലെ സ്വർഗത്തിൽ ലക്ഷോപലക്ഷം കോടി കിലോമീറ്റർ അകലെ ആയിരിക്കുന്നതായ ദൈവത്തിന് ഈ ചെറിയ ഭൂമിയിൽ പാർക്കുന്നതായ നിന്നോട് സംസാരിപ്പാൻ ഒരു ലാംഗ്വേജ് ഉണ്ട്. അതാണ് സ്വപ്നങ്ങളും ദർശനങ്ങളും. അതാണ് പർട്ടിക്കുലറി ദർശനം. ദൈവം ദർശനങ്ങളുടെ ദൈവം ആണ്. ഒരു ഭക്തനായ മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾക്ക് ദർശനം, നിങ്ങളുടെ ദർശനമാണ് നിങ്ങളെ നാളേക്ക് എത്തിക്കുന്നത്. ഞാൻ സെക്കൻഡ് ജനറേഷൻ നോക്കി പറയട്ടെ. 2032, 2025, 2057 തുടർന്നുള്ള പതിറ്റാണ്ടുകളിൽ, വർഷങ്ങളിൽ നിങ്ങളെ എത്തിക്കുന്നത് ഇന്ന് 2017 ദർശനമത്രേ. ദർശനമില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? തിരുവചനം പറയുന്നു, ദർശനമില്ലെങ്കിൽ നശിച്ചു പോകുന്നു. ഒരു പാസ്റ്റർ നശിക്കണമെങ്കിൽ ദർശനമില്ലാതിരുന്നാൽ മതി. ഒരു സഭ നശിക്കണമെങ്കിൽ ദർശനമില്ലാതിരുന്നാൽ മതി. ദർശനമില്ലാത്തവൻ മുന്നോട്ടല്ല പോകുന്നത്. ദർശനമില്ലാത്തവൻ ചരിത്രത്തിൻ്റെ പിന്നോട്ട് അധപ്പതനത്തിന് വേണ്ടി പോകുമ്പോൾ, ഒരിക്കൽ കൂടെ, ദർശനമില്ലാത്തവൻ പിന്നോട്ട് പോയി അധപ്പതിക്കുമ്പോൾ, ദർശനമുള്ളവൻ സ്തോത്രം ഡെവലപ്മെൻ്റായി, വികസനമായി, നന്മയായി അവൻ മുന്നോട്ട് പോകുകയാണ്. നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് ദർശനമാണ്. ദൈവം ദർശനങ്ങളുടെ ദൈവമാണ്. ദൈവത്തിന് ദർശനം ഉള്ളതുകൊണ്ട് സ്തോത്രം ദൈവ മക്കൾക്കും ദർശനമുണ്ട്. നിങ്ങൾ സ്തോത്രം പറഞ്ഞേ പറ്റത്തുള്ളൂ. ദൈവത്തിന് നിന്നെക്കുറിച്ച് ഒരു ദർശനമുണ്ട്. ദൈവത്തിൻ്റെ ദർശനം എന്ന് പറയുന്നത് എന്താണ്? വാട്ട് യു മീൻ ബൈ ഗോഡ്ലി വിഷൻ? കർത്താവിന് നിന്നെക്കുറിച്ചുള്ളതായ ആഗ്രഹം എന്താണോ അതാണ് ദൈവിക ദർശനം. നാളെ, അടുത്ത വർഷങ്ങളിൽ, അടുത്ത മാസങ്ങളിൽ നിന്നിലൂടെ എന്ത് ദൈവത്തിന് ചെയ്യാൻ ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ എവിടെ നീ എത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, അതാണ് ദൈവിക ദർശനം. നിങ്ങൾ സ്തോത്രം പറയാത്തതുകൊണ്ട് ഒരിക്കൽ കൂടെ പറയാം. നാളെ നിങ്ങൾ എവിടെ എത്തിച്ചേരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ അതാണ് ദൈവത്തിൻ്റെ ദർശനം. നാളെ, നിന്റെ നാളെക്കുറിച്ച് നിന്റെ അപ്പനോ അമ്മയോ പ്രവാചകനോ പാസ്റ്ററോ ആരും ചിന്തിക്കുന്നില്ലെങ്കിലും നിന്റെ ദൈവം നിന്റെ നാളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. സ്തോത്രം. നിങ്ങളുടെ നാളെ LICയിലല്ല, ചിട്ടി കമ്പനിയിലല്ല, സ്തോത്രം ബോസിൻ്റെ കയ്യിൽ നിന്ന് വരുന്ന സാലറിയിലല്ല, കേരളത്തിൻ്റെ ട്രഷറിയിലല്ല. നിങ്ങളുടെ ഭാവി ദൈവത്തിൻ്റെ കരത്തിലത്രേ ആയിരിക്കുന്നത്. ദൈവം നിന്റെ നാളെക്കുറിച്ച് ചിന്തിക്കുന്നു. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, നിങ്ങൾ മറന്നാലും ദൈവം മറക്കുന്നില്ല. പറഞ്ഞേ, നിങ്ങൾ മറന്നാലും ദൈവം മറക്കുന്നില്ല. അവൻ എന്നെക്കുറിച്ച് ചിന്തിക്കുകയാണ്. എൻ്റെ ഇന്നത്തെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, എൻ്റെ നാളെയെക്കുറിച്ച് ദൈവം ചിന്തിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ശത്രുക്കൾ നിന്റെ പൊല്ലാത്തത് ചിന്തിക്കുമ്പോൾ, സ്തോത്രം മിത്രങ്ങൾ അതേ നീ ഇങ്ങനെയൊക്കെ ആയാൽ മതി എന്ന് ചിന്തിക്കുമ്പോൾ, ദൈവം ഇതുപോലെ എന്നല്ല ചിന്തിക്കുന്നത്. ദൈവം നിന്റെ പ്രത്യാശിക്കുന്ന ശുഭഭാവിയാണ് ചിന്തിക്കുന്നത്. സ്തോത്രം. യിരെമ്യാ 29:11 തിരുവചനം പറയുന്നു, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവിയാണ് ദൈവം ചിന്തിക്കുന്നത്. ദൈവം ചിന്തിക്കുന്നത് നിന്റെ ആക്സിഡന്റ് അല്ല. ദൈവം ചിന്തിക്കുന്നത് നിന്റെ തകർച്ചയല്ല. നീ ICUയിൽ കിടക്കുന്നതും നീ സ്തോത്രം അതെ ആംബുലൻസിൽ വെട്ടിനുറുക്കി തകർക്കപ്പെടുന്നതുമല്ല ദൈവം ചിന്തിക്കുന്നത്. ശത്രുക്കൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ, സാത്താൻ അങ്ങനെ ചിന്തിക്കുമ്പോൾ, ദുരാത്മാക്കൾ നിന്റെ തിന്മ ചിന്തിക്കുമ്പോൾ, എൻ്റെ സ്തോത്രം കോശങ്ങൾ ഓരോന്നും എണ്ണി അറിഞ്ഞിരിക്കുന്നവനും എൻ്റെ തലയിലെ രോമങ്ങൾ ഒന്ന് നിലത്ത് വീണാൽ വളരെ കൃത്യമായി അറിയാവുന്നതായ എൻ്റെ ദൈവം
അവൻ എൻ്റെ ശുഭഭാവി അത്രേ ചിന്തിക്കുന്നത്. കൈയടിക്ക്, നിങ്ങൾ നേരെ കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ച് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി. കർത്താവ് എൻ്റെ ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്നു. പൗലോസ് പറയുകയാണ് തീമോഥെയോസിനോട്, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ എന്നെ കാക്കുവാൻ ശക്തൻ. അർത്ഥം, സ്തോത്രം, എൻ്റെ ദൈവം എൻ്റെ ഇന്നലെ മാത്രമല്ല, എൻ്റെ ഇന്ന് മാത്രമല്ല അറിയുന്നത്, അവൻ എൻ്റെ നാളെയും അറിയുന്നു. മനുഷ്യനും സാത്താനും എൻ്റെ ഇന്നലെ അറിയാം, എൻ്റെ ഇന്നും അറിയാം. പല സന്ദർഭങ്ങളും നമ്മുടെ മുന്നേറ്റത്തെ തടയുന്നത് നമ്മുടെ ഇന്നലകളാണ്. നമ്മുടെ നാളെയിലെ നന്മയിലേക്ക് എഫക്റ്റീവായി പ്രയോജനപ്പെടുത്താതെ നമ്മളെ ഇന്നലത്തെ ഹിസ്റ്ററി എടുത്താണ് നമ്മുടെ ഡെസ്റ്റിനിക്കെതിരെ പിശാച് പ്രവർത്തിക്കുന്നത്. ഒരിക്കൽ കൂടെ, നമ്മുടെ ലക്ഷ്യത്തിനെതിരെ നമ്മുടെ പിൻപിലുള്ള ചരിത്രം എടുത്താണ് സാത്താൻ തകർക്കുന്നത്. വീണ്ടും നമ്മുടെ ഹിസ്റ്ററി എടുത്ത് നമ്മുടെ ഡെസ്റ്റിനിയിൽ നിന്ന് നമ്മെ സാത്താൻ പിന്നോട്ട് ചലിക്കുമ്പോൾ നസ്രേത്തിനെ ആശാരി ഇന്ന് പകൽ ക്രൈസ്റ്റ് സെന്ററിനോട് പറയുന്നത്, മനുഷ്യന് ഇറങ്ങിച്ചെല്ലുവാൻ കഴിയാത്ത നിന്റെ ഇന്നലകളിലേക്ക് ഇറങ്ങിച്ചെന്ന് എത്ര വലിയ തകരാറാണെങ്കിലും അതിനെ പരിഹരിച്ച് ശോഭനമായ നാളെയിലേക്ക് ഞാൻ നിന്നെ എത്തിക്കും. ആമേൻ. സ്തോത്രം. ഈ ഞായറാഴ്ച ആരോ പറയുന്നുണ്ടായിരിക്കും, ആ തീരുമാനം മോശമായി പോയി, ആ സബ്ജക്റ്റ് എടുത്തത് ശരിയായില്ല, ആ ജോലിക്ക് കയറിയത് ശരിയായില്ല, തിരുവനന്തപുരത്ത് വന്ന് പാർക്കാമെന്ന് തീരുമാനിച്ചത് മോശമായി പോയി, അവിടെ അഡ്വാൻസ് കൊടുത്തത് ശരിയായില്ല, ആ പൈസ അങ്ങനെ തിരിച്ചു വിടാൻ പാടില്ലായിരുന്നു. ഒത്തിരി റോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ, ഫൂളിഷ് ഡിസിഷൻസ്, മടയത്തരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. പക്ഷെ ഇന്ന് പകൽ കർത്താവ് പറയുന്നു, കുഞ്ഞേ, നീ സ്തോത്രം പഞ്ചായത്തിന്റെ ഗ്രൗണ്ടിലല്ല കിടക്കുന്നത്, എൻ്റെ കൈ വെള്ളയിലാണ് ഇരിക്കുന്നത്. ഞാൻ എൻ്റെ കൈ നോക്കുമ്പോ നിന്നെയാണ് കാണുന്നത്. സ്തോത്രം. അതെ, ഞാൻ നിന്നെ ഉള്ളം കൈയിൽ വഹിച്ചിരിക്കുന്നു. സ്തോത്രം. നിനക്ക് ശോഭനമായ നാളെ ഉണ്ടാകുവാൻ നിന്റെ ഇന്നലകളിലേക്ക് ഇറങ്ങിച്ചെന്ന് സ്തോത്രം, എനിക്ക് ആ ഉടവുകളെ പരിഹരിപ്പാൻ കഴിയും, എനിക്ക് ആ തകർച്ചയെ പരിഹരിപ്പാൻ തക്കണം കഴിയും. കുശവന്റെ ചക്രത്തിൽ കുശവനിതാ പാത്രമുണ്ടാക്കുകയാണ്. ഏത് പുസ്തകം പറയുന്നു? കുശവൻ സ്തോത്രം പാത്രമുണ്ടാക്കുമ്പോൾ ആ വീലിത കറങ്ങുന്നു. നീ കറങ്ങുന്നു എങ്കിൽ പ്രത്യാശയ്ക്ക് വകയുണ്ട്. നിനക്ക് കുറെ നാളുകളായി കറക്കമുണ്ടെങ്കിൽ കണ്ടിട്ടില്ലാത്ത, ഉരുവായിട്ടില്ലാത്ത പുതിയൊരു പാത്രമായി ദൈവകൃപയാൽ നീ പുറത്തു വരികയാണ്. കുശവനിതാ കറക്കി വിടുന്നു. കറക്കി വിട്ട് ആദ്യം ഉണ്ടായിപ്പോയ പാത്രം അത് ചീത്ത ആയി പോയി. ആദ്യം ഉണ്ടായ പാത്രം ചീത്തയായി പോയി. സാത്താൻ പറഞ്ഞു കാണായ ചീത്തയായി. സ്തോത്രം. എന്നാൽ കുശവൻ ആ മണ്ണിനെ കുറിച്ച് ഒരു ദർശനം ഉണ്ട്. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, ദർശനം. ചീത്തയായവരെ, തകർന്നവരെ, നിനക്ക് പോലും പ്രതീക്ഷയില്ലാത്ത സ്ഥാനത്ത് എൻ്റെ ദൈവത്തിന്, ക്രിയേറ്റർ ഓഫ് ദ എൻറ്റയർ യൂണിവേഴ്സ്, ലോകത്തെ സൃഷ്ടിച്ച കർത്താവിന്, പ്രകൃതിയുടെ സിഇഒയ്ക്ക്, ഈ പ്രകൃതിയുടെ പ്രപഞ്ചത്തിന്റെ ചെയർമാന് സ്തോത്രം, നിന്നെ കുറിച്ചൊരു പ്രതീക്ഷയുണ്ടെന്ന്. ആ പാത്രം ചീത്തയായി പോയതിൽ നിന്ന് അവൻ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. ഗ്രീക്ക് ബൈബിൾ പറയുന്നു, ചീത്തയായി പോയതിനേക്കാൾ മഹത്തരമായതത്രേ രണ്ടാമത് ഉളവായി വന്നത്. ചീത്തയായി പോയതിനേക്കാൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് അത്രേ രണ്ടാമത് ഉളവായത്. അതെൻ്റെ അപ്പച്ചൻ്റെ ഒരു തമാശയാണ്. അത് കർത്താവിൻ്റെ മെത്തേഡാണ്. എത്ര പേർ ആമേൻ പറയുക? അത് കർത്താവിൻ്റെ മെത്തേഡാണ്. ഒരിക്കൽ കൂടെ, അത് കർത്താവിൻ്റെ ഒരു പരിപാടിയാണ്. അവൻ നിന്റെ ജീവിതത്തിൽ ചലിക്കുമ്പോൾ പോയതിനേക്കാൾ നല്ലതാണ് പിന്നെ നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത്. പോയതിനേക്കാൾ നല്ല സീസൺ, പോയതിനേക്കാൾ നല്ല കൺവെൻഷൻ, പോയതിനേക്കാൾ നല്ല മീറ്റിംഗ്സ്, പോയതിനേക്കാൾ നല്ല ആരോഗ്യം, പോയതിനേക്കാൾ നല്ല സമ്പത്ത്, പോയതിനേക്കാൾ നല്ലത് ഒരിക്കലും നീ ഞാനും തിരിഞ്ഞു നോക്കി വിലപിപ്പാൻ അവൻ സ്തോത്രം സമ്മതിക്കത്തില്ല. അവൾ ഭാവിയിലേക്ക് നോക്കി പുഞ്ചിരി തൂകുന്നു. അവളുടെ പേരാണ് ദൈവത്തിന്റെ സഭ. സ്തോത്രം. കാണാം, വേദ പുസ്തകം പറയുന്നു, സഭാപ്രസംഗി 7:8 വായിക്കുമ്പോൾ, ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം ഏറ്റവും നല്ലത്. അതിന്റെ അവസാനം ഏറ്റവും നല്ലത്. അതിന്റെ അവസാനം ഏറ്റവും നല്ലത്. നിന്റെ വരുംകാലം, നിന്റെ ഭാവി, വരാനുള്ള കാലം, വരുംകാലം ഏറ്റവും നല്ലത്. സ്തോത്രം. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞ മൂത്തോക്കി പറഞ്ഞോട്ടെ, നല്ലത് വരാൻ പോകുന്നേ ഉള്ളൂ. പറഞ്ഞോട്ടെ, നല്ലത് വരാൻ പോകുന്നതേ ഉള്ളൂ. നല്ലത് വരാൻ പോകുന്നതേ ഉള്ളൂ. നീ എത്ര തന്നെ തകർക്കപ്പെട്ടാലും,
എത്ര നിലവിളി നിന്റെ വീട്ടിൽ നിന്ന് പൊങ്ങിയാലും, എത്ര മക്കളെ ഒരുമിച്ച് നീ അടക്കിയാലും, സമയമാ രഥം പാടി സ്തോത്രം കൂട്ടടക്കം യോബിന്റെ വീട്ടിൽ നടക്കുകയാണ്. എത്ര മക്കളെ അടക്കിയാലും, ഒറ്റ ദിവസത്തിൽ സമ്പത്ത് പോയാലും, കൂട്ട നിലവിളികൾ, കുറെ വർഷങ്ങൾ കരഞ്ഞാൽ തീരാനുള്ളതായ തകർച്ചകൾ നിന്റെ ജീവിതത്തിൽ വന്നാലും, വെട്ടിവിട്ട വൃക്ഷം പോലെ കിടക്കുന്നവനെ, വൃക്ഷം പോലെ കാണപ്പെടുന്നവനെ, വൃക്ഷം പോലെ ആയിരിക്കുന്നവനെ, നിനക്കുള്ള ദൂത് കാത്തിരിക്ക്. പോയതിനേക്കാൾ നല്ല കാലം നിന്റെ മുൻപിൽ വരുവാൻ പോകുന്നു. ദൈവത്തിന്റെ ദർശനം എന്തൊക്കെയാണ് ഓൺ ഗോയിങ് പ്രോസസ് നിന്റെ ലൈഫിൽ സംഭവിച്ചാലും, ദൈവം നിന്നെ കുറിച്ച് പ്രതീക്ഷയോടെ അവന് നിന്നെ കുറിച്ച് ഒരു ദർശനം ഉണ്ട്. അതുകൊണ്ട് മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ മനുഷ്യൻ പറയുന്നത് വിശ്വസിക്കല്. മനുഷ്യൻ കള്ളം പറയും. സ്തോത്രം, മനുഷ്യന്റെ അഭിപ്രായം മാറും. ഞായറാഴ്ച മനുഷ്യൻ ഹോസന്ന പറഞ്ഞു, വെള്ളിയാഴ്ച അതേ മനുഷ്യൻ ക്രൂശിക്ക പറഞ്ഞു. മനുഷ്യന്റെ അഭിപ്രായം മാറും, എന്നാൽ ദൈവത്തിന്റെ ആലോചന ഒരിക്കലും മാറത്തില്ല. പ്രസിദ്ധമായ വാക്യം, ആകാശവും ഭൂമിയും മാറും, എന്നാൽ സ്തോത്രം ദൈവത്തിന്റെ അധരത്തിൽ നിന്ന് വരുന്ന വചനമോ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ദൈവത്തിന്റെ അധരത്തിൽ നിന്ന് വരുന്ന വചനമോ ഒരിക്കലും അതിന് വള്ളിക്കും പുള്ളിക്കും മാറ്റം ഇല്ല. മനുഷ്യൻ കാണുന്നത് പോലെയല്ല കാര്യങ്ങൾ നടക്കുന്നത്. നിന്റെ ഡോക്ടർ കണ്ടതുപോലെ, വക്കീൽ കണ്ടതുപോലെ, അയൽവാസി കണ്ടതുപോലെ, മിത്രങ്ങളും ശത്രുക്കളും കണ്ടതുപോലെയല്ല കാര്യങ്ങൾ നടക്കുന്നത്. അബ്രഹാമിനെ ദൈവം കണ്ടത് നാട്ടുകാർ കണ്ടതുപോലെയല്ല. ലോത്തും സ്തോത്രം ദമേശുകാരനായ എലിയാസറും സ്തോത്രം അബ്രഹാമിനെ കണ്ടത് അയ്യോ ഒരു കുഞ്ഞു പോലും ഇല്ല. എന്നാൽ എൽ ഷഡായ്, എൽ എലിയോൻ, അഡോനായ് സ്തോത്രം, അതെ ദൈവം അബ്രഹാമിനെ കണ്ടത് മക്കളില്ലാത്തവനല്ല ആയിട്ടല്ല കണ്ടത്, നിന്നെ ഞാൻ വിശ്വാസികളുടെ പിതാവാക. ദൈവം സ്തോത്രം കോടിക്കണക്കിന് ജനത്തിന്റെ പിതാവായിട്ടത്രേ അബ്രഹാമിനെ കണ്ടത്. മനുഷ്യൻ കണ്ടത് അവന്റെ ശൂന്യതയാണ്, ദൈവം കണ്ടത് അവന്റെ നിറവിനാണ്. ഇത്രോ മോശയെ കണ്ടത് തന്റെ മരുമകനായിട്ടാണ് കണ്ടത്. ഇത്രോ മോശയെ കണ്ടത് തന്റെ മരുമകൻ. ദൈവം കണ്ടത് വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ പ്രവാചകനായിട്ടാണ് ദൈവം കണ്ടത്. അപ്പൻ സ്തോത്രം ശൗല്, നാട്ടുകാർ ദാവീദിനെ കണ്ടത് ഇടയനായിട്ടാണ്. എന്നാൽ ദൈവം ദാവീദിനെ കണ്ടത് രാജാവായിട്ടാണ്. സ്തോത്രം, അതെ നെബൂഖദ്നേസർ രാജാവ് ദാനിയേലിനെ കണ്ടത് കോമള രൂപി, ഹാൻസം ബോയ്. എന്നാൽ ദൈവം കണ്ടത് 4 രാജാക്കന്മാർ വന്നു പോയിട്ടും പ്രൊമോഷൻ ആഫ്റ്റർ പ്രൊമോഷൻ, പ്രൊമോഷൻ ആഫ്റ്റർ പ്രൊമോഷൻ, പ്രൊമോഷൻ ആഫ്റ്റർ പ്രൊമോഷൻ പ്രാപിക്കുന്ന ഗവർണർ ആയിട്ടത്രേ സ്തോത്രം ദൈവം ദാനിയേലിനെ കണ്ടത്. അർത്ഥം, മലയാളിയുടെ തലസ്ഥാനത്ത് ഞാൻ വിളിച്ചു പറയട്ടെ, മന്ത്രിസഭ മാറും, പാർട്ടികൾ മാറും, നിന്റെ ദൈവം നിനക്ക് മുൻപായി പുറപ്പെടുന്നത് കൊണ്ട് പ്രൊമോഷൻ ആഫ്റ്റർ പ്രൊമോഷൻ. സന്തോഷമുള്ളവർ കരങ്ങൾ അടിച്ച് ശക്തിയോടെ ആർപ്പെട്ട് ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രി മുഴുവൻ പത്രോസ് അധ്വാനിച്ച് ചെറിയൊരു വരാൽ പോലും പിടിക്കാൻ പറ്റിയില്ല. നാട്ടുകാർക്ക് പറവാൻ കഴിയുന്ന നെത്തോലി പോലും പിടിക്കാൻ അറിയാത്തവൻ. എന്നാൽ ദൈവം പറയും, ഒറ്റ പ്രസംഗത്തിൽ 3000 എണ്ണത്തെ സ്നാനപ്പെടുത്തുവാൻ വേണ്ടി പിടിക്കുന്നവൻ. നാട്ടുകാർ ശൗലിനെ നോക്കി പറയും, സ്തോത്ര കുലപാതകയാണ്, പരീശനാണ്. ദൈവം പറയും, എൻ്റെ ഏറ്റവും ശ്രേഷ്ഠ അപ്പോസ്തലനാണ്. രക്തം ചെയ്യാൻ ഇന്ന് പകൽക്കാലം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീയും ഞാനുമാകുന്ന വളക്കൂറാകുന്ന മണ്ണിൽ കിടക്കുന്ന എല്ലാ തെറ്റായ കളകളും ഇന്ന് പകൽ എരിഞ്ഞു മാറട്ടെ. എല്ലാ നെഗറ്റീവ് വാക്കുകളും, എല്ലാ നെഗറ്റീവ് കമന്റുകളും, എല്ലാ നെഗറ്റീവ് ടെലിഫോൺ കോളുകളും യേശുവിന്റെ രക്തത്താൽ ആ ബീജങ്ങൾ ചത്തുപോകട്ടെ. ശത്രുവിന്റെ പക എന്റെ വായമിണ്ടാതാക്കുന്ന ദൈവം പകയ്ക്കുന്നവരുടെ വായിൽ നിന്ന് പുറപ്പെട്ടതായ സകല വാക്കുകളെ നിർവീര്യമാക്കട്ടെ. കാരണം സ്തോത്രം, ഒരു പ്രത്യാശിക്കുന്ന ശുഭഭാവിക്കായി ദൈവമിതാ കാത്തുകൊണ്ട് ഇരിക്കുന്നു. അവൻ ദർശനങ്ങളുടെ ദൈവം. അടുത്തിരിക്കുന്നവർ ഹൈഫൈ കൊടുത്ത് പറ, ദൈവിക ദർശനം. പറഞ്ഞാട്ടെ, ദൈവിക ദർശനം, ദൈവിക ദർശനം. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് നിനക്കും സ്തോത്രം നമ്മൾ മുന്നോട്ട് പോകാൻ ഒന്നാമതായ ആവശ്യമായിരിക്കുന്ന ഒരു കാര്യം അത്രേ ദൈവിക ദർശനം. അപ്പോസ്തലർ പ്രവൃത്തി 9:15 വേദപുസ്തകം പറയുന്നു, ശൗൽ രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്നു. അവന്റെ മാനസാന്തരം ദൈവവുമായി ദമസ്കോസിന്റെ പടിവാതിൽ വെച്ച് ഇതാ ഒരു എൻകൗണ്ടർ ഉണ്ടായി. സ്തോത്രം, അനന്യാസ് എന്ന് പറയുന്ന ഒരു ശിഷ്യനോട് കർത്താവ് അവനെ പോയി സ്നാനപ്പെടുത്തെന്ന് പറഞ്ഞപ്പോൾ അവനോട് പറയുന്നത്, സ്തോത്രം, അവൻ എന്തൊക്കെ കഷ്ടങ്ങൾ അനുഭവിക്കും, അർത്ഥം അവൻ എന്തൊക്കെ എങ്ങനെയൊക്കെ എനിക്ക് പ്രയോജനപ്പെടുമെന്ന് ഞാൻ അവനെ കാണിച്ചു കൊടുത്തിരിക്കുന്നു. സ്തോത്രം, അർത്ഥം ആരംഭത്തിലെ ശൗലിന് ഒരു വിഷൻ, ഒരു ദർശനം സ്തോത്രം ദൈവകൃപയാൽ ഉണ്ടായിരിക്കുക.
പോവുകയാണ്. സഹോദരങ്ങളെ, 2018 2025 തുറന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ കരിയറിൽ കുതിക്കുവാൻ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ മുന്നേറുവാൻ, നിങ്ങളുടെ ഭാവികൾ തലയുയർത്തുവാൻ, ശുശ്രൂഷകൾ മൂർച്ച വർദ്ധിപ്പിക്കാൻ, ആത്മാവിന്റെ തീ ഏറ്റെടുക്കുവാൻ എനിക്ക് നിനക്കും ആവശ്യം ദൈവത്തിന്റെ ദർശനമത്രേ. ദർശനം എന്ന് പറയുന്നത് ദിവാസ്വപ്നമല്ല. അടുത്തിരിക്കുന്നവർ നോക്കി ഒരിക്കൽ കൂടെ പറഞ്ഞ, അത് ഡേ ഡ്രീമിംഗ് അല്ല. പറഞ്ഞാട്ടെ, അത് ഡേ ഡ്രീമിംഗ് അല്ല, ദിവാസ്വപ്നമല്ല ദർശനം എന്ന് പറയുന്നത്. ദിവാസ്വപ്നം കാണുന്നവന് പാപം ചിന്തിക്കാം, പാപം വിഷ്വലൈസ് ചെയ്യാം. നോ 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 നോ, ഇത് ദൈവിക ദർശനം. ദൈവം പ്യുവറാണ്, ദൈവം ഹോളിയാണ്, ദൈവം വിശുദ്ധനാണ്. അതുകൊണ്ട് ദർശനം വിശുദ്ധമാണ്. ദൈവത്തിന്റെ ദർശനം വിശുദ്ധമാണ്. 2, ദൈവ ദർശനം വചനത്തിൽ ഒതുങ്ങുന്നതാണ്. സ്തോത്രം. റോഡിലൂടെ ട്രെയിൻ പോകുന്നത് കണ്ടിട്ടുള്ള ഒരു കരങ്ങൾ ഉയർത്തിയാട്ടെ. റോഡ് ഒരാളുണ്ട്, 2 പേര് 3 പേരുണ്ട്. സ്തോത്രം. അതെ, റോഡിലൂടെ ട്രെയിൻ പോകുന്നവർ. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. സ്തോത്രം. അവര് കള്ളം പറഞ്ഞതാ. സ്തോത്രം. റോഡിലൂടെ ട്രെയിൻ പോകത്തില്ല, ട്രാക്കിലൂടെ മാത്രമേ ട്രെയിൻ പോകത്തുള്ളൂ. സ്തോത്രം. ട്രാക്കിലൂടെ മാത്രമേ ട്രെയിൻ പോകത്തുള്ളൂ. അർത്ഥം, ദർശനമാകട്ടെ, സ്വപ്നമാകട്ടെ, ദൂതാകട്ടെ, അരുളപ്പാടാകട്ടെ, ഒന്നും തോന്നിയതുപോലെ വരത്തില്ല. വചനമാകുന്ന ട്രാക്കിലൂടെ മാത്രമേ ദൈവം ചലിക്കത്തുള്ളൂ. ദൈവം ഒരു ദർശനം പറയുന്നെങ്കിൽ അത് വചനത്തിന് കോൺട്രഡിക്റ്റ് അല്ല, വചനത്തിലൂടെ മാത്രമേ, വചനപ്രകാരം മാത്രമേ വരത്തുള്ളൂ. സ്തോത്രം. ദൈവിക ദർശനം വിശുദ്ധമാണ്. ദൈവത്തിന്റെ ദർശനം വചന അടിസ്ഥാനമാണ്. ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതാണ് ദൈവിക ദർശനം. ഹേ സ്തോത്രം. നീ കെട്ടാത്തവനാണോ കെട്ടിയവരാണോ മനസ്സിലാക്കണമേ. സ്തോത്രം. ദൈവനാമത്തിന് അപമാനം വരുത്തുന്നതല്ല ദൈവിക ദർശനം. സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുന്നതാണ് ദൈവിക ദർശനം. ദൈവ രാജ്യത്തിന് ഹാനി വരുത്തുന്നതല്ല ദൈവിക ദർശനം. ദൈവരാജ്യത്തെ പണിയുന്നതാണ് ദൈവിക ദർശനം. കേൾക്കുന്ന ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ആ ദൈവിക ദർശനം, സ്തോത്രം, ഇന്നത്തെ ഞെരുക്കമല്ല പറയുന്നത്, നാളത്തെ വിശാലതയെ കുറിച്ചാണ് പറയുന്നത്. ഓരോരോ വ്യക്തികളെ കുറിച്ചും ദൈവത്തിനൊരു ദർശനമുണ്ട്. സ്തോത്രം. So first of all you need a vision from the Lord that you have to receive from the Lord. ഏതോ പ്രവാചകനല്ല നിനക്ക് പറഞ്ഞു തരേണ്ടത്. 150 പ്രവാചകന്മാർ ചുറ്റുവരുന്ന പറഞ്ഞു തരുമ്പോഴല്ല ദർശനം കയറുന്നത്. നമുക്കൊരു സംസാരിക്കുന്ന ദൈവമുണ്ട്. ദൈവവുമായി നീ കണക്റ്റഡ് ആണ് എങ്കിൽ ദൈവത്തിന്റെ കൃപയാൽ നിന്റെ ജീവിതത്തെ കുറിച്ച് ഒരു രൂപരേഖ നീ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. പൗലോസ് അപ്പോസ്തലൻ കർത്തൃമേശയെ കുറിച്ച് പറയുകയാണ്. 1 കൊരിന്ത്യർ 11:32 പത്രോസ് എനിക്ക് പറഞ്ഞു തന്നു എന്നല്ല, യാക്കോബിൽ നിന്ന് ഞാൻ കോപ്പി അടിച്ചു എന്നല്ല, യോഹന്നാനിൽ നിന്ന് കണ്ടെഴുതി എന്നല്ല, പിന്നെയോ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നത്. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നത്. സോ വിഷൻസ് എന്ന് പറയുന്നത് കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നതാണ്. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം. അതെ, ദൈവത്തിൻ്റെ കൃപയാൽ സ്തോത്രം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതാണ്. സ്തോത്രം. അതെ, ദൈവകൃപയാലുള്ള ദർശനം. സ്തോത്രം. ദർശനം ഒന്നിൽ നിന്നെ ഒതുക്കുന്നതല്ല, പകരം ഇതുവരെ കീഴടക്കിയിട്ടില്ലാത്ത വലിയ വിശാലതയിലേക്ക് നിന്നെ തുറന്നു വിടുന്നതാണ് ദൈവത്തിൻ്റെ ദർശനം. സ്തോത്രം. ദർശനം ഒരിക്കലും ഡിമോഷൻ അല്ല തരുന്നത്, അത് പ്രൊമോഷൻ ആണ് തരുന്നത്. വിഷൻസ് ഓൾവേസ് എലിവേറ്റ് യു. ദർശനം എപ്പോഴും നിന്നെ ഉയർത്തും. പ്രൊഫസി പോലെ തന്നെ ഒരു പ്രവചനം കേട്ടിട്ട് നീ പേടിക്കത്തില്ല, ടെൻഷൻ തരത്തില്ല, ഭയപ്പെടുത്തത്തില്ല. ഭയപ്പെടുത്തുന്ന ആത്മാവാണെങ്കിൽ ഉടനെ ഫലിച്ച് മാറ്റിക്കോ. വീട്ടിൽ കയറ്റല്ല, ചർച്ചയിൽ കയറ്റല്ല, LMS കോമ്പൗണ്ടിൽ കയറ്റല്ല. കാരണം അത് തീവ്രവാദി ആത്മാവാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നെങ്കിൽ ശത്രുവിനെ പോലെ അല്ല സംസാരിക്കുന്നത്. ദർശനമാകട്ടെ, സ്തോത്രം, അതേ പ്രവചനമാകട്ടെ, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നെങ്കിൽ അവൻ ആശ്വസിപ്പിച്ച് മാത്രമേ സംസാരിക്കത്തുള്ളൂ. സഹോദരങ്ങളെ, സ്തോത്ര. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ ഇതാ മിഷൻ യാത്രയ്ക്ക് വേണ്ടി പുറപ്പെട്ടതായ പൗലോസിന് വേണ്ടി ഒരു ദർശനം ഉണ്ടാകുന്നു. 6 മുതൽ 10 വരെ ഒരു ദർശനം. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ദർശനം. ഒരിക്കൽ കൂടെ, ദർശനം. സ്തോത്രം. ഒരു മാസിഡോണിയൻ വിഷൻ, ഒരു മക്കദോനിയക്കാരനെ കുറിച്ചുള്ള ഒരു ദർശനം തനിക്കുണ്ടാകുന്നു. അതുവരെ ഏഷ്യയിൽ മാത്രമായിരുന്നു ദൈവത്തിന്റെ സഭ. പക്ഷേ ഇതാ സഭ യൂറോപ്പിലേക്ക് വ്യാപരിക്കുകയാണ്. ഏഷ്യയിൽ മാത്രം ഉണ്ടായിരുന്നതായ ദൈവത്തിന്റെ സഭ യൂറോപ്പിലേക്ക് വ്യാപരിക്കുന്നു. ഇന്ന് ഈ മാർച്ച് മാസത്തിൽ കർത്താവ് നിങ്ങൾ നോക്കി പ്രവചനാത്മാവായി പറയുന്നു, ഇതുവരെ തൊട്ടിട്ടില്ലാത്ത ടെറിട്ടറികളെ നീ കീഴടക്കാൻ പോകുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത മേഖലകളിലേക്ക് ഞാനിതാ ഹൈവേയിലൂടെ നിന്നെ പായിപ്പിക്കുന്നു.
വ്യാപിപ്പിക്കാൻ വേണ്ടി പോകുന്നു. ഇതുവരെ ചെയ്തിട്ടില്ലാത്ത റൂട്ടുകളിലൂടെ പലത് ചെയ്യുവാൻ എൻ്റെ ആത്മാവിന്റെ പുതിയ ഇന്ധനത്താൽ ഞാൻ നിന്നെ സ്തോത്രം നിറയ്ക്കുവാൻ വേണ്ടി പോകുന്നു. അങ്ങനെ ചെയ്തിട്ടില്ലാത്തത് ചെയ്യുവാൻ, കണ്ടിട്ടില്ലാത്തത് കാണുവാൻ, സ്തോത്രം അതെ ഒഴുകിയിട്ടില്ലാത്ത സ്ഥാനത്ത് ഒഴുകുവാൻ നിന്നെ ദൈവം ഒരുക്കുന്നത് ദർശനത്തിൽ അത്രേ. യു നീഡ് ടു റിസീവ് ഡയറക്ട്ലി ഡിവൈൻ വിഷൻ ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് സ്തോത്രം ആ ദർശനം പ്രാപിക്കണം. വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞാട്ടെ. നമ്പർ 2, രണ്ടാമതായി സ്തോത്രം അത് ദർശനം എന്ന് പറയുന്നത് അത് മറ്റാരോടും പറയരുത്, പകരം അത് കണ്ണുനീരിനാൽ അതിനെ കുതിർക്കണം. ദർശനം എന്ന് പറയുന്നത് സ്തോത്രം അത് വിശുദ്ധമാണ്. വിശുദ്ധമായത് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കരുത്. വിശുദ്ധമായത് പന്നികളുടെ മുൻപിൽ എറിയരുത്. അവർ നിന്നെ കുത്തിക്കളവാൻ ചാൻസ് ഉണ്ട്, അവർ നിന്നെ പരിഹസിപ്പാൻ ചാൻസ് ഉണ്ട്. വിശുദ്ധമായത് അത് സ്തോത്രം ദർശനം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് വന്നതാണ്. അത് വൈക്കിപീഡിയയിൽ നിന്നും എൻസൈക്ലോപീഡിയയിൽ നിന്ന് കിട്ടിയതല്ല. പരിശുദ്ധ കർത്താവ് വിശുദ്ധ ദൈവം നിനക്ക് തന്നതാണ്. സ്വദർശനം നിനക്ക് കിട്ടിയാൽ it is almost like a seed, it's almost like an egg. മുട്ട കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. മുട്ട, ചൈനീസ് മുട്ടയല്ല, കേരള മുട്ട, കോഴിമുട്ട കണ്ടിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. ചിലർ കണ്ടിട്ടില്ല, തിന്നിട്ടേ ഉള്ളൂ. സ്തോത്രം അതെ ഒരു മുട്ട പോലെയാണ് ഒരു വിഷൻ എന്ന് പറയുന്നത്. ഒരു മുട്ട പോലെ, ഒരു വിത്ത് പോലെയാണ് സ്തോത്രം ദർശനം എന്ന് പറയുന്നത്. സ്തോത്രം ഒരു വിത്ത് കിട്ടിയാൽ ബുദ്ധിയുള്ള ഒരു കൃഷിക്കാരനാണെങ്കിൽ നേരെ കൊണ്ടുപോയി ആ മണ്ണിൽ ആ വിത്തിനെ ഇടത്തില്ല, അതിനെ കുതിർത്ത് വെക്കാറുണ്ട്. സോക്കിംഗ് ദ സീഡ്. സ്തോത്രം സോക്കിംഗ് ദ സീഡ്. കേൾക്കണം സ്തോത്രം. നിങ്ങൾ ഒരു പക്ഷേ 5th സ്റ്റാൻഡേർഡിലോ 7th 10th +1 ഒക്കെ പഠിക്കുന്നവരായിരിക്കും. സ്തോത്രം ലിസൺ ടു മീ വെരി കെയർഫുള്ളി. ഒരു ദർശനം നിനക്ക് നിന്റെ ഭാവിയെ കുറിച്ചുണ്ടെങ്കിൽ സ്തോത്രം അതെ ഒരു നോട്ട്ബുക്കിലോ ബൈബിളിന്റെ ബാക്കിലോ എവിടെയെങ്കിലും എഴുതിയിട്ട് മാതാപിതാക്കളോട് കാണിച്ച് സ്തോത്രം ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. മാതാപിതാക്കൾ കണ്ണുനീരോടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മാതാപിതാക്കൾ കണ്ണുനീരോടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് അമ്മമാർ പ്രാർത്ഥിക്കണം. എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് കർത്താവ് യേശു ക്രിസ്തു സ്തോത്രം അതെ തകർന്നവനായി ക്രൂശുമായി സ്തോത്രം യെരുശലേമിന്റെ തെരുവീതിയിലൂടെ നടക്കുമ്പോൾ അമ്മമാരെ നോക്കി ഒരു സ്പെഷ്യൽ പാക്കറ്റ് കൊടുത്തിട്ടാണ് പോയത്. അമ്മമാരെ നോക്കി ഒരു സ്പെഷ്യൽ പാക്കറ്റ് കർത്താവ് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി സ്തോത്രം കരയുന്നവരായിരിക്കും. അതെ ഒരു വിത്ത്, ഒരു ദർശനം ദൈവം നിനക്ക് തന്നാൽ സ്തോത്രം അത് മറ്റാരോടും പറയരുത്. കണ്ണുനീരോടെ ആ വിത്തിൻ്റെ ഉടമസ്ഥനോട് പറഞ്ഞാട്ടെ. കണ്ണുനീരോടെ ആ ദർശനം തന്ന അതിൻ്റെ ഉടമസ്ഥനോട് പറഞ്ഞാട്ടെ. എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്? മനസ്സിലാകുന്നവർ കരങ്ങളെ ചലിപ്പിച്ചോടെ. സ്തോത്രം അതെ കണ്ണുനീരോടെ ആ വിത്തിനെ കുതിർത്തോടെ. കണ്ണുനീരോടെ കർത്താവേ അതിലേക്ക് എത്തിക്കുന്നതിനായി സ്തോത്രം. അതിനുള്ള മാൻ പവർ, മണി പവർ, അതിനുള്ള വഴികൾ, അതിനുള്ള കണക്ഷൻസ്, അതിനുള്ള പ്ലാറ്റ്ഫോംസ്, അതിനുള്ള അനുഭവങ്ങൾ, അതിനുള്ള ടാലൻസ്, അതിനുള്ള ക്യാരക്ടർ, അതിനുള്ളതായ ഫിസിക്കൽ പൊട്ടൻഷ്യൽ, അതിനുള്ളതായ സ്പിരിച്വൽ സ്ട്രെങ്ത് നീ എനിക്ക് തരുന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞ് കുറുപ്രാവ് കുറുക്കുന്നത് പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ ആ വിത്തിനെ കുറുക്കുവാൻ സ്തോത്രം, ആ വിത്തിനെ നനയ്ക്കുവാൻ നീ ഒരിക്കലും സ്തോത്രം മടിക്കരുത്. കേട്ടവരെല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം അതെ അതിന്റെ ഉടമസ്ഥനോട് പറയണമെന്നാണ് ഞാൻ പറഞ്ഞത്. പറയേണ്ടവനോട് പറയണം. എല്ലാവരും ആമേൻ പറയോ? ദർശനം തന്ന ദൈവത്തോടാണ് നീ പറയേണ്ടത്. പക്ഷേ സ്തോത്രം ചിലർക്ക് പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യമെന്ന് പറയുന്നത് സ്തോത്രം പറയാൻ പാടില്ലാത്തവരോട് അത് പറയാറുണ്ട്. ദർശനം പറയാൻ പാടില്ലാത്തവനോട് പറഞ്ഞവനാണ് ഈ യോസേഫ്. യോസേഫേ, നിന്റെ നാക്ക് അകത്ത് കിടക്കണമായിരുന്നു, നിന്റെ നാക്ക് അകത്ത് കിടക്കണമായിരുന്നു. ചിലർ ഫ്ലാറ്റിൽ നിന്നായിരിക്കാം വന്നത്, ആ ഫ്ലാറ്റിന് ചുറ്റും ഒരു കോമ്പൗണ്ട് ഉണ്ട്. ചിലർ വീട്ടിൽ നിന്നായിരിക്കാം വന്നത്. തിരുവനന്തപുരത്തെ വീടിന് ചുറ്റും മതിലുണ്ട്, എൻ്റെ വീടിന് ചുറ്റും അല്ലെ ഫ്ലാറ്റിന് ചുറ്റും മതിലുണ്ട് എന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. യെസ് സ്തോത്രം. മതിലിടിഞ്ഞു പോയ കർത്താവേ സ്തോത്രം. മതിലുണ്ടെന്ന് പറയുന്നവരെല്ലാവരും കരങ്ങൾ ഉയർത്തിയാട്ടെ. അതെ നോക്കണമേ. അതുകൊണ്ട് നമ്മുടെ കോമ്പൗണ്ടിന്, നമ്മുടെ വീടിന് ചുറ്റും ഒരു മതിലുണ്ട്, നമ്മുടെ വീടിന് ചുറ്റും ഒരു മതിലുണ്ട്. പക്ഷെ നമ്മുടെ നാവിന് ദൈവം 2 മതില് ഇടുകയുണ്ടായി. ഒന്ന് പല്ലിൻ്റെ മതില്, മറ്റൊന്ന് ചുണ്ടിൻ്റെ മതില്. സ്തോത്രം. എന്നിട്ടും യോസെഫിൻ്റെ നാക്ക് അകത്ത് കിടന്നില്ല. അവൻ പറയാൻ പാടില്ലാത്ത
വ്യക്തികളോട്, ദർശനം ഇല്ലാത്തവരോട്, ക്വാളിറ്റി ഇല്ലാത്തവരോട് അവൻ ഈ ദർശനം പറയുകയുണ്ടായി. ആ ദർശനം പറഞ്ഞപ്പോൾ സംഭവിച്ചത്, സ്തോത്രം, അതേ ദുഷ്ടമൃഗം കാട്ടുപന്നി ചിന്തുന്നത് പോലെ ദർശനം ഇല്ലാത്തവർ അവനെ ഉപദ്രവിച്ചു. കേൾക്കണം, സ്തോത്രം, ജീവിതത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, ഭാവികളെക്കുറിച്ച് മുട്ടുമടക്കണം, കണ്ണുനീരൊഴുക്കണം. പകരം ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തോട് പറയണം. അങ്ങനെ പറയുന്നെങ്കിൽ എന്ത് സംഭവിക്കും? 126 സങ്കീർത്തനം, സ്തോത്രം, അതിൻ്റെ 5 വാക്യം വേദപുസ്തകം പറയുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുമെങ്കിൽ ആർപ്പിൻ്റെ കൊയ്ത്തുണ്ട്. ശബ്ദം ഉയർത്തി പറയും ആ വാക്യം, കണ്ണുനീരോടെ വിതച്ചാൽ ആർപ്പിൻ്റെ കൊയ്ത്തുണ്ട്. ഒരിക്കൽ കൂടെ, കണ്ണുനീരോടെ വിതയ്ക്കുന്നവന് ആർപ്പിൻ്റെ കൊയ്ത്തുണ്ട്. ബൈബിൾ പറയുന്നു, സ്തോത്രം, അതെ, ദൈവത്തിൽ നിന്ന് ദർശനം പ്രാപിക്കണം. 2, അതിനെ വിത്ത് പോലെ മനസ്സിലാക്കി ദൈവകൃപയാൽ, സ്തോത്രം, അതിനെ കുതിർത്തെടുക്കണം. ഓ സ്തോത്രം, വീണ്ടും കുതിർക്കുക മാത്രമല്ല സഹോദരങ്ങളെ, യു നീഡ് ടു പ്ലാൻ ദ സക്സസ് ഇൻ യുവർ പ്രയർ റൂം. നിന്റെ പ്രാർത്ഥന റൂമിൽ അതിൻ്റെ സക്സസ്സിലേക്ക്, അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ നിന്റെ പ്രാർത്ഥനാ റൂമിൽ, സ്തോത്രം, അതിന് വേണ്ടി പദ്ധതികളെ തയ്യാറാക്കണം. ദൈവമാണ് ദർശനം തന്നതെന്ന് വിചാരിച്ച് പെട്ടെന്നും, സ്തോത്രം, അതിലേക്ക് എത്തുന്നില്ല. യു ഹാവ് ടു സിറ്റ് ബാക്ക് ആൻഡ് തിങ്ക് അബൌട്ട് ദ സക്സസ് ഓഫ് ദാറ്റ് വിഷൻ. സ്തോത്രം, നീ ദൈവസന്നിധിയിൽ, സ്തോത്രം, ചിന്തിക്കണം. ചിന്തിച്ച് അതിൻ്റെ സക്സസിന് വേണ്ടി നീ പ്ലാൻ തയ്യാറാക്കണം. മനസ്സിലായോ? ആമേൻ പറഞ്ഞാട്ടെ. യെസ്, കർത്താവ് പ്ലാനിൻ്റെ ദൈവമാണ്. അതാണ് മനുഷ്യൻ്റെ ദൈവം തന്നിട്ടുള്ള ചിന്താശക്തി. സ്തോത്രം, കിളികൾ കൂടുവയ്ക്കുന്നത് കണ്ടിട്ടുള്ള ഒരു കരങ്ങൾ ഉയർത്തിയാണ്. സ്തോത്രം, കിളികൾ എല്ലാ വർഷവും ഒരേ രീതിയിലാണ്, സ്തോത്രം, കൂടുവയ്ക്കുന്നത്. പക്ഷേ മനുഷ്യൻ വീടുണ്ടാക്കുന്നത് അങ്ങനെയല്ല. അടുത്തൊരു വീടുണ്ടാക്കിയാൽ കഴിഞ്ഞ വർഷങ്ങൾ ഉണ്ടാക്കിയതുപോലെയല്ല നമ്മൾ കിട്ടാൻ വേണ്ടി പോകുന്നത്. സ്തോത്രം, അടുത്തൊരു കാർ വാങ്ങിയാൽ 2016 മോഡലായിട്ടല്ല 2017 പുതിയൊരു കാറ് ഇറങ്ങുന്നത്. ഗ്രില്ലിന് വ്യത്യാസം, അല്ലെങ്കിൽ ഇന്ത്യയിൽ അല്പം വ്യത്യാസം, എന്നിട്ട് അവർ പറയും പുതിയ മോഡലാണ് സാർ, മേടിച്ചോ. സ്തോത്രം, ഓരോ വർഷം കഴിക്കും തോറും പ്ലാനുകൾ മാറുകയാണ്. മനുഷ്യനും, സ്തോത്രം, മൃഗങ്ങൾക്കും ഈ ചിന്താശക്തിയില്ല. പകരം, സ്തോത്രം, ദൈവത്തിൻ്റെ മക്കൾക്ക് ചിന്താശക്തി ദൈവം കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഈ ചിന്ത, സ്തോത്രം, തൊലയാനുള്ളതല്ല, പകരം നന്നാകാനുള്ളതത്രേ. സ്തോത്രം, പാപം ചിന്തിക്കുന്നെങ്കിൽ, അശുദ്ധി ചിന്തിക്കുന്നവൻ അവൻ അശുദ്ധനാണ്. വിശുദ്ധി ചിന്തിക്കുന്നെങ്കിൽ അവൻ വിശുദ്ധനാണ്. സ്തോത്രം, നിങ്ങളുടെ ചിന്ത എങ്ങനെയായിരിക്കുന്നു അതുപോലെയായിരിക്കും നിങ്ങളുടെ ജീവിതം. ഞാൻ പറഞ്ഞതല്ല, ബൈബിൾ പറയുന്നു. സദൃശവാക്യങ്ങളിൽ വളരെ മനോഹരമായ ഒരു വാക്യമുണ്ട്. സദൃശവാക്യങ്ങളുടെ പുസ്തകം, സ്തോത്രം, 23-ാം അധ്യായം, അതിൻ്റെ 7-ാം വാക്യം. സദൃശവാക്യം 23-7 വായിക്കുമ്പോൾ, അവൻ തൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെ ആകുന്നു. അവൻ തൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെയാകുന്നു. കേൾക്കണമേ, ഇംഗ്ലീഷിൽ കുറച്ചുകൂടി ബെറ്റർ ആണ്. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ആസ് എ മാൻ തിങ്കത്ത് ഇൻ ഹിസ് ഹാർട്ട് സോ ഈസ് ഹീ. As a man thinketh in his heart, so is he. ഒരിക്കൽ കൂടെ, as a man thinketh in his heart, so is he. ഒരു മനുഷ്യൻ ഹൃദയത്തിൽ എന്താണോ ചിന്തിക്കുന്നത് അതുപോലെ അവനാകുന്നു. നിങ്ങളെന്ന് പറയുന്നത് ഈ വിലയേറിയ വസ്ത്രത്തിൽ പൊതിയപ്പെട്ടവരല്ല, നല്ല ആഹാരം കഴിച്ചവരല്ല നിങ്ങൾ. ആക്ച്വലി നിങ്ങളെന്ന് പറയുന്നത്, ഞാനെന്ന് പറയുന്നത്, എന്തൊക്കെയാണോ കഴിഞ്ഞ മണിക്കൂറിൽ ചിന്തിച്ചത് അതാണ് നമ്മൾ. നമ്മുടെ ചിന്തയെല്ലാം കൂടെ ഇവിടുത്തെ വലിയൊരു ബോർഡിൽ നമുക്കൊന്ന് പ്രദർശിപ്പിക്കണം. തിങ്കൾ മുതൽ ശനി വരെ, സ്തോത്രം, ചിന്തിച്ചതെല്ലാം ബോർഡിൽ പരസ്യമായി അത് ഒന്ന് പ്രദർശിപ്പിച്ചാൽ കൊള്ളാം. കാരണം അങ്ങനെയാ തിരുവചനം പറയുന്നത്. കർത്താവിൻ്റെ സന്നിധി നിൽക്കുമ്പോൾ അവൻ്റെ വാക്കിന് ന്യായം വിധിക്കുന്നു, പ്രവർത്തികളെ തൂക്കി നോക്കുന്നു, മാത്രമല്ല ചിന്തകളെ ന്യായം വിധിക്കുന്നു. സ്തോത്രം, കോപത്തോടെ ചിന്തിച്ച് നടന്നാൽ നിന്റെ ചിന്തയെ ന്യായം വിധിക്കുന്നു. കൈപ്പോടെ ചിന്തിച്ച് നടന്നാൽ ചിന്തകളെ ന്യായം വിധിക്കുന്നു. കുറേ കാലമായി ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവേ, മനുഷ്യൻ്റെ ചിന്തകളെയെല്ലാം ഈ ടെലിപ്പതി പോലെ പിടിച്ചെടുക്കുന്ന ഒരു മെഷീൻ ഉണ്ടെങ്കിൽ ആദ്യം വാങ്ങുന്നത് ഞാനായിരിക്കും. എന്നിട്ട് എല്ലാവർക്കും പഞ്ച് ചെയ്യേണ്ട പരിപാടി കൊടുക്കും. ഇവർ പഞ്ച് ചെയ്ത് കയറുമ്പോഴേക്കും ആരാണോ പഞ്ച് ചെയ്യുന്നത് ഉടനെ തന്നെ ഇവിടുത്തെ വലിയ, സ്തോത്രം, സ്ക്രീനിൽ തെളിയും. കഴിഞ്ഞ ഒരാഴ്ച, സ്തോത്രം, മിസ്റ്റർ ബ്രദർ അല്ലെങ്കിൽ മിസ്സസ് സിസ്റ്റർ, സ്തോത്രം, ഇതായിരുന്നു ചിന്തിച്ചത് എന്ന് ദൈവം കണ്ടിട്ടിരിക്കുക. കേൾക്കണം, സ്തോത്രം, അതെ, വിശുദ്ധൻ വിശുദ്ധി ചിന്തിക്കുന്നു, സ്തോത്രം, അശുദ്ധൻ അശുദ്ധി ചിന്തിക്കുന്നു. ദൈവം
നിന്നെക്കുറിച്ച് നന്മ ചിന്തിക്കുന്നു, പിശാച് നിന്നെക്കുറിച്ച് തിന്മ ചിന്തിക്കുന്നു. സ്തോത്രം. ഭയങ്കര ഒരു വടംവലി മത്സരം ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. ഭയങ്കര വടംവലി മത്സരം. അയ്യോ ബ്രദറെ, അത് ഓണക്കാലത്തും അല്ലേ നടക്കുന്നേ? അല്ല. സ്തോത്രം. 365 ദിവസം 24 മണിക്കൂറും സ്തോത്രം നിന്റെ ചിന്തയിൽ ഒരു വടംവലി മത്സരം നടക്കുന്നു. ഒരു വശത്ത് ദൈവം വടം വലിക്കുമ്പോൾ മറുവശത്ത് സ്തോത്രം സാത്താൻ വലം വലിക്കുന്നു. സ്തോത്രം. സാത്താൻ പൊല്ലാത്ത ചിന്തകളെ നിനക്ക് തരുമ്പോൾ ദൈവം നല്ല ആഗ്രഹങ്ങളെ, നല്ല ചിന്തകളെ നിന്റെ സ്തോത്രം മനസ്സിൽ കടത്തിവിടുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നാളെ നിങ്ങൾ ചെയ്യുവാൻ പോകുന്നത്. ഇന്ന് നിങ്ങൾ എന്ത് ചിന്തിക്കുമോ അതാണ് നാളെ ചെയ്യുന്നത്. സ്തോത്രം. നിന്റെ ചിന്ത ചെറുതാണെങ്കിൽ, നിന്റെ പ്ലാനിങ് ചെറുതാണെങ്കിൽ നിന്റെ അനുഗ്രഹം ചെറുതായിരിക്കും. നിന്റെ പ്ലാനിങ് വലുതാണെങ്കിൽ നിന്റെ അനുഗ്രഹം വലുതായിരിക്കും. ദൈവത്തിൻ്റെ ചിന്ത ദൈവമക്കളെക്കുറിച്ച് ചെറുതല്ല, ദൈവത്തിൻ്റെ ചിന്ത ദൈവമക്കളെക്കുറിച്ച് വലുതാണ്. കേട്ടവർ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറ. ദമേശികകാരനായ എലിയാസറിലൂടെ എനിക്ക് മക്കൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് അബ്രാം കാത്തിരിക്കുമ്പോൾ തമ്പുരാൻ വന്നിറങ്ങിയിട്ട് ഈ പ്രകാരമാണ് പറഞ്ഞത്: അബ്രാമേ, സ്തോത്രം, അതെ, നിന്റെ ദമേശികകാരനിലൂടെ അല്ല നിനക്ക് മക്കളെ സ്തോത്രം ഞാൻ നൽകാൻ വേണ്ടി പോകുന്നത്. അർത്ഥം, ക്രൈസ്റ്റ് സെന്റർ ഇന്ന് പകൽക്കാലം കേൾക്കണമേ. വരുന്ന ഏതൊക്കെ സ്പീക്കറിലൂടെ അല്ല നിന്റെ പട്ടണത്തിൽ ഞാൻ ഉണർവ് തരാൻ വേണ്ടി പോകുന്നത്. നിന്റെ അഭിഷേകം, ഞാൻ നിന്റെ മേലൊരു സ്പെഷ്യൽ അനോയിന്റിങ് അയച്ച് നിന്റെ അഭിഷേകം ഈ ദേശത്തിൻ്റെ മുഖത്തെ തകർക്കും. നിന്നിലൂടെ ഞാനൊരു കൊയ്ത്തിനെ തരും. നിനക്ക് സ്തോത്രം, നിന്റെ ഇന്നത്തെ ശൂന്യതയല്ല ഞാൻ കാണുന്നത്. നിനക്ക് ഇന്നത്തുള്ളതായ മക്കളുടെ രാഹിത്യമല്ല ദൈവം കണ്ടത്. പകരം കർത്താവ് പറഞ്ഞു, സ്തോത്രം, ആ കൂടാരത്തിൽ നിന്ന് നിന്റെ ചെറിയ ചിന്താ മണ്ഡലം എന്ന് പറയുന്നു, നിന്റെ ചെറിയ പ്ലാനിങ് ആകുന്ന നിന്റെ ചെറിയ സ്തോത്രം, ആ കൂടാരത്തിൽ നിന്ന് പുറത്തു വാ. എന്നിട്ട് ആകാശത്തിലേക്ക് നോക്ക്. ആകാശത്തിലേക്ക് മിനിമം ചിന്തിച്ചിട്ടിരുന്ന അബ്രഹാമിനെ ദൈവം വലിച്ചു പുറത്തിറക്കി. മിനിമം ചിന്തിച്ച് അബ്രഹാമിനെ പുറത്തിറക്കിയിട്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളെ ദൈവം കാണിച്ചിട്ട് ദൈവം മാക്സിമം കാണിക്കുകയാണ്. നമ്മൾ പലപ്പോഴും മിനിമമാണ് ചിന്തിക്കുന്നത്. ഒരു ബൈക്ക് വാങ്ങണോ, നമ്മൾ പെട്ടെന്ന് ചോദിക്കും മിനിമം എന്തോ ആകും. ഒരു ബിൽഡിംഗ് പണിയണോ, നമ്മൾ ചോദിക്കും മിനിമം എന്തോ ആകും. എന്നാൽ തമ്പുരാൻ ഇന്ന് പകൽക്കാലം എന്നെക്കുറിച്ച്, നിന്നെക്കുറിച്ച് മിനിമം അല്ല ചിന്തിക്കുന്നത്, അവൻ മാക്സിമം ചിന്തിക്കുകയാണ്. ഓ കമോൺ, അടുത്തിരിക്കുന്നവർക്ക് ഹൈ ഫൈ കൊടുത്ത് പറ, മാക്സിമം ചിന്തിക്കുകയാണ്, മാക്സിമം ചിന്തിക്കുകയാണ്, മാക്സിമം. സ്തോത്രം. ദൈവം മിനിമത്തിന്റെ ദൈവമല്ല, പകരം കർത്താവ് മാക്സിമത്തിന്റെ ദൈവമത്രേ. ഹേ ട്രിവാൻഡ്രം, ഇത് മാക്സിമം ചിന്തിക്കേണ്ട ടൈമാണ്. സെക്കൻഡ് ജനറേഷൻ, സ്തോത്രം, അതെ, ഇത് മാക്സിമം ചിന്തിക്കേണ്ട നേരമാണ്. ഞാൻ തിരുവനന്തപുരം പോയാണ്. പലപ്പോഴും നമ്മുടെ അപ്പച്ചന്മാർ ചിന്തിച്ചത് എങ്ങനെ മറ്റവൻ്റെ അതിര് മാന്താം, എങ്ങനെ അവനെതിരെ കള്ളക്കേസ് കൊടുക്കാം, ആ ആൻറ്റിയോട് സംസാരിക്കല്ലേ, ആങ്കിളിനെ കണ്ട മുഖം കൊടുക്കല്ലേ, മറ്റവൻ്റെ വീട്ടിൽ പോകരുത് എന്ന് പറഞ്ഞ കുഞ്ഞാമിയും കുശുമ്പും കുതികാൽ വെട്ടുമാണ് ഈ മണ്ണ് നൽകിയത്. ഞാൻ നിങ്ങളെ ചാലഞ്ച് ചെയ്ത് പറയട്ടെ, പട്ടംതാണുള്ള ഒഴികെ ഒരു നല്ലൊരു രാഷ്ട്രീയക്കാരൻ തിരുവനന്തപുരത്തിൻ്റെ പുത്രൻ എന്ന് കൊടുക്കാൻ തിരുവനന്തപുരത്തിന് പറ്റിയോ? നല്ലൊരു രാഷ്ട്രീയ നേതാവിനെ നമ്മൾ കണ്ടില്ല, നല്ലൊരു മന്ത്രിയെ നമ്മൾ കണ്ടില്ല, സ്തോത്രം, നല്ലൊരു ബിഷപ്പിനെ നമ്മൾ കണ്ടില്ല. ഈ കോമ്പൗണ്ട് ഇത് കേൾക്കാൻ പറ്റിയതാ. നല്ലൊരു ആത്മീയ നേതാവിനെ നമ്മൾ കണ്ടില്ല, നല്ലൊരു പ്രീച്ചറിനെ നമ്മൾ കണ്ടില്ല, നല്ലൊരു മെഗാ ചർച്ചിനെ നമ്മൾ കണ്ടില്ല. കാരണം ഈ മണ്ണ് മേലോട്ടല്ല ചിന്തിക്കുന്നത്, ഈ മണ്ണ് താഴോട്ടാ ചിന്തിക്കുന്നത്, ഈ മണ്ണ് ജഡമാണ് ചിന്തിക്കുന്നത്, ഈ മണ്ണ് സാത്താന്യമാണ്. എന്നാൽ യേശുവിന്റെ രക്തത്താൽ ഇന്ന് പകൽ ജയമുണ്ട്. യേശുവിന്റെ രക്തത്താൽ ഇന്ന് പകൽ ജയമുണ്ട്. ഇൻ ജീസസ് നെയിം. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശു ക്രിസ്തു മുൾക്കിരീടമെന്ന സ്തോത്രം, അതേ ശാപം വലിച്ചത്, സ്തോത്രം, നിന്റെ തലയിൽ തിന്മയുടെ, നെഗറ്റിവിറ്റിയുടെ, ശത്രുതയുടെ, കുതികാൽവെട്ടിന്റെ, മത്സരത്തിന്റെ ചിന്തയല്ല, പകരം ദൈവത്തിന്റെ ചിന്ത, സ്വർഗീയ ചിന്ത ദൈവകൃപയാൽ ഉളവാകുവാൻ. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവകൃപയാൽ ഞാൻ പ്രഖ്യാപിക്കട്ടെ, ഇതുവരെ രാഷ്ട്രീയം കാണാത്ത, എന്റർടൈൻമെന്റ് കാണാത്ത, സ്പോർട്സ് കാണാത്ത, അതിലുപരി ആത്മീയ ശുശ്രൂഷ കാണാത്ത പുതിയൊരു വിത്ത്, പുതിയൊരു വിത്ത്, പുതിയൊരു വിത്ത്, പുതിയൊരു വിത്ത്, സ്തോത്രം, ദേശം കാണാത്തത് കർത്താവ് ഇന്ന് പകൽക്കാലം നിന്റെ മേൽ ഇംപാർട്ട് ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സ്വർഗീയമായ പുതിയൊരു ഹൈബ്രിഡ് വിത്ത്. വിശ്വസിക്കുന്നവർ 2 കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ഹൈഫൈ കൊടുത്ത് പറ, സ്തോത്രം. ചിന്തകൾ മാറട്ടെ. പറഞ്ഞാട്ടെ, ചിന്തകൾ മാറട്ടെ. ദർശനമുള്ളവൻ ദർശനമാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ട്, റവറൻഡ് റൈറ്റ് എന്ന് പേരുള്ളതായ ഒരു സ്തോത്രം അച്ഛന് 2 മക്കളുണ്ടായിരുന്നു. ബിഷപ്പ് ഒരു അച്ഛന്മാരുടെ മീറ്റിംഗ് വിളിച്ചപ്പോൾ റവറൻഡ് റൈറ്റ് സ്തോത്രം ആ മീറ്റിങ്ങിനുണ്ടായിരുന്നു. അച്ഛന്മാർ കേൾക്കെ ബിഷപ്പ് ഇപ്രകാരം പറഞ്ഞു, ഓ സ്തോത്രം, മനുഷ്യർ ഇതാ പറക്കുവാൻ പോകുകയാണ്, മനുഷ്യൻ പറക്കുവാൻ പോകുകയാണ്. കപ്പലിൽ മനുഷ്യൻ സഞ്ചരിക്കുന്ന കാലത്ത് ബിഷപ്പ് പറഞ്ഞു, മനുഷ്യൻ പറക്കുവാൻ പോകുകയാണ്. സ്തോത്രം. റവറൻഡ് റൈറ്റ് സ്തോത്രം എഴുന്നേറ്റെന്ന റൈറ്റിന്റെ അധരത്തിൽ നിന്ന് ശബ്ദം പുറപ്പെട്ടു. റൈറ്റ് പറഞ്ഞു, അത് റോങ് ആണ്. സ്തോത്രം. റൈറ്റ് പറഞ്ഞു, ഒരിക്കലും മനുഷ്യൻ പറക്കത്തില്ല, മനുഷ്യൻ നടക്കത്തേയുള്ളൂ. കാരണം നമുക്ക് ചിറകില്ല, നമുക്ക് തൂവലില്ല. ദൈവം കാലാണ് തന്നിരിക്കുന്നത്. ചിറക് ഉണ്ടെങ്കിൽ പക്ഷി പറക്കും, കാലുള്ളവൻ നടക്കും. നമ്മുടെ അവസ്ഥ അതാണ്. സ്തോത്രം. മനുഷ്യൻ ഒരിക്കലും പറക്കത്തില്ല. സ്തോത്രം. മീറ്റിംഗ് കഴിഞ്ഞു വീട്ടിൽ വന്നിട്ട് അദ്ദേഹം ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഭാര്യയോടും മക്കളോടും പറഞ്ഞു, സ്തോത്രം, ഞാൻ പറഞ്ഞതാണ് ശരി. സ്തോത്രം. നോക്ക, നമുക്ക് തൂവലില്ല, നമുക്ക് ചിറകില്ല, മനുഷ്യൻ നടക്കത്തേയുള്ളൂ. പക്ഷെ അവിടെ 2 പിള്ളേരുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 2 പിള്ളേര്. ചിറകില്ലെങ്കിലും തൂവലില്ലെങ്കിലും മനുഷ്യൻ പറക്കണം. ആ ഗ്രാമത്തിൽ അവർ ചിന്തിച്ചു നടന്നു, നമുക്ക് മനുഷ്യനെ പറപ്പിക്കണം, മനുഷ്യനെ പറപ്പിക്കണം. പല വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആദ്യത്തെ വിമാനത്തിന്റെ ശബ്ദം ആ അന്തരീക്ഷത്തിൽ മുഴങ്ങി. റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടെത്തി. സ്തോത്രം. റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ചു. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും ലക്ഷോപലക്ഷം ആൾക്കാർ മിഡയറിലാണ്. അപ്പൻ പറഞ്ഞു, സാഹചര്യമില്ലടാ, നടക്കത്തില്ല. അപ്പൻ പറ്റത്തില്ലെന്ന് പറഞ്ഞെടുത്ത് മക്കൾ കണ്ടുപിടിച്ചെങ്കിൽ യേശുവിന്റെ നാമത്തിൽ മണ്ണിന്റെ സ്വഭാവം തകർന്ന് വിണ്ണിന്റെ മണ്ഡലം തുറക്കപ്പെടട്ടെ. അപ്പന്മാർക്ക് കഴിയാത്തത്, സ്തോത്ര, പൂർവികർക്ക് കഴിയാത്തത്, പാരമ്പര്യ ശാപമേ നിന്നെ ബ്രേക്ക് ചെയ്യുന്നു. സ്വർഗത്തിന്റെ വിത്തിന്റെ ഗുണം വെളിപ്പെടട്ടെ. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ഈ പകൽ ഒരിക്കൽ കൂടെ ആർപ്പിട്ടെ. ദൈവത്തിൽ നിന്ന് ദർശനം പ്രാപിക്ക്. ആ ദർശനമാകുന്നതായ വിത്തിനെ സ്തോത്രം കർത്താവിന്റെ മുൻപിൽ കുറുക. സ്തോത്രം. കുതിർക്കാനായി ഏൽപ്പിക്ക്. ദൈവത്തിന് മുൻപിൽ പ്രാർത്ഥിക്ക്. സ്തോത്രം. അതേ നാട്ടുകാരോട് വിളിച്ചു പറയാതെ ദൈവത്തോട് വിളിച്ചു പറ. സ്തോത്രം. ദൈവത്തിന് മുൻപിൽ പ്രാർത്ഥിച്ച് തീരുമാനിക്ക്. സ്തോത്രം. അതേ പ്രാർത്ഥിച്ച് പ്ലാൻ ചെയ്. സ്തോത്രം. മറ്റൊരു കാര്യം വളരെ ശ്രദ്ധിക്കണമേ. ഒരു ദർശനം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ റോങ് കമ്പനികൾ നീ ചെന്ന് ചേരല്ല. നിനക്കൊരു ദർശനമുണ്ടെങ്കിൽ ദർശനമുള്ളവന്റെ കൂടെ മാത്രമേ നീ നടക്കാവൂ. നീ ദർശനമുണ്ടെങ്കിൽ ദർശനമില്ലാത്തവന്റെ കൂടെ നീ നടക്കരുത്. ദർശനമില്ലാത്തവന്റെ കൂടെ നടന്നാൽ ദർശനമുള്ളവന്റെ ദർശനം പോകും. എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കിട്ടി ചെന്നൈയിൽ പോകുമ്പോൾ എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞടാ, തോറ്റവന്മാരെ കൂടെ നടക്കല്ല, ജയിച്ചവന്മാരുടെ കൂടെ നടക്കാവൂ. ഇന്നും ഒരു പാസ്റ്റേഴ്സ് സെമിനാറിന് എവിടെയെങ്കിലും ഞാൻ ശുശ്രൂഷിക്കാനല്ല, സപ്പോസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയാലും സ്തോത്രം, ഉടഞ്ഞവൻ്റെ കൂടെ, ദാറ്റ് മീൻസ് ദൈവകൃപ കളഞ്ഞവൻ്റെ കൂടെ ഞാൻ നിൽക്കത്തില്ല. ഉടഞ്ഞവനെന്നല്ല, നമ്മളെല്ലാം ഉടഞ്ഞതായിരിക്കും വേറത്. പക്ഷേ സ്തോത്രം, ദൈവകൃപ കളഞ്ഞവൻ്റെ കൂടെ ഞാൻ നിൽക്കത്തില്ല. എന്തെങ്കിലും നേടിയവൻ്റെ കൂടെ ഞാൻ നിൽക്കത്തുള്ളൂ. അവൻ്റെ ശബ്ദത്തിൽ ഭൂതം പോയെങ്കിൽ, അവൻ്റെ സ്തോത്രം അഭിഷേകത്തിൽ രോഗം മാറിയെങ്കിൽ, അവൻ്റെ സഭ വളരുന്നെങ്കിൽ, അവൻ അനുഗ്രഹിക്കപ്പെടുന്നെങ്കിൽ, അവിടെ നിൽക്കുമ്പോൾ സ്വർഗം ചലിക്കുന്നെങ്കിൽ, നരകം വിറയ്ക്കുന്നെങ്കിൽ, അവിടെ മധ്യത്തിലേ ഞാൻ നിൽക്കത്തുള്ളൂ. തോറ്റവൻ്റെ കൂടെ നടക്കാൻ എനിക്ക് മനസ്സില്ല. കാരണം തോറ്റവൻ്റെ കൂടെ നടന്നാൽ അവൻ്റെ തോൽവിയുടെ ഭൂതം എന്നെയും തോൽപ്പിപ്പാൻ സാധ്യതയുള്ളത് കൊണ്ട് ജയിച്ചവൻ്റെ കൂടെ മാത്രമേ ഞാൻ നടക്കത്തുള്ളൂ. സ്വർഗം തുറന്നത് സ്നാപയോഗനം കണ്ടു, ദൈവ ശബ്ദം കണ്ടു, ഭയങ്കര അഭിഷേകം കണ്ടു. കാണേണ്ടത് കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് കേൾക്കേണ്ടത് കേട്ടു. കാണേണ്ടത് കണ്ടു, കേൾക്കേണ്ടത് കേട്ടു. പക്ഷെ ചോദിക്കാൻ പാടില്ലാത്ത റോങ് സിലബസ് ക്വസ്റ്റ്യൻ ചോദിച്ചു. ആർ യു ദ വൺ സപ്പോസ്ഡ് ടു കം ഓർ വെദർ വി ഷുഡ് വെയിറ്റ് ഫോർ സമൺ എൽസ്? വരുവാനുള്ള നീയാണോ അതോ മറ്റൊരുത്തിന് വേണ്ടി കാത്തിരിക്കണമോ? എടാ യോഹന്നാനെ, തനിക്ക് എന്നാ പറ്റിയത്? നീ യേശുവിനെ സ്നാനപ്പെടുത്തിയതാണ്, ദൈവശബ്ദം കേട്ടവനാണ്, കാണേണ്ടത് മുഴുവൻ കൺകുളിർക്ക കണ്ടവനാണ്. പക്ഷെ ഇപ്പോ കണ്ണ് സ്തോത്രം കണ്ടിട്ടും, അതേ ചെവി വ്യക്തമായി കേട്ടിട്ടും ഈ ചോദ്യം ചോദിച്ചത് എന്താണ്? അതേ ദർശനമില്ലാത്ത തടവറയിൽ ഞാൻ കിടക്കുക. ദർശനമില്ലാത്തവന്റെ കൂടെ നീ കൂടിയോ, നിന്റെ ദർശനം പോയി. കുറ്റം പറയുന്നവന്റെ കൂടെ പോയോ, വിമർശിക്കുന്നവന്റെ കൂടെ പോയോ,
എപ്പോ പ്രാവ് പോയെന്ന് ചോദിച്ചാൽ മതി, എപ്പോ പ്രാർത്ഥന പോയെന്ന് ചോദിച്ചാൽ മതി, എപ്പോ വിശുദ്ധി പോയെന്ന് ചോദിച്ചാൽ മതി. ഛർദിക്കുന്നവന്റെ ഛർദിലടിച്ച് നിരിക്കാതെ നിർത്ത്. ഇന്ന് പകൽ മാനസാന്തരപ്പെട്. സ്തോത്രം. അതേ, ഒരുത്തന്റെ റോങ് ടെലിഫോൺ കോൾ ഉണ്ടെങ്കിൽ, ഒരുത്തന്നെ നിന്നെ ഉടയ്ക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ, ആ നമ്പർ ബ്ലോക്ക് ചെയ്യ്, എന്നിട്ട് ആ നമ്പർ ഡിലീറ്റ് ചെയ്യ്. കാരണം നിന്റെ ദർശനത്തെ കൊല്ലുന്നവനെ നിന്റെ വീട്ടിൽ പ്രവേശിപ്പിക്കല്ല. നിന്റെ ദർശനത്തെ കൊല്ലുന്നവനെ നിന്റെ വീട്ടിൽ, നിന്റെ ജീവിതത്തിൽ പ്രവേശിപ്പിക്കല്ല, നിന്റെ വീട്ടിൽ പ്രവേശിപ്പിക്കല്ല. സ്തോത്രം. ഹേ, ആരോടാണ് കഴിഞ്ഞ ദിവസങ്ങൾ നീ കൂടുതൽ സംസാരിച്ചത്? നിന്റെ ഫോൺ താ, ഞാൻ പറഞ്ഞുതരാം നിന്റെ ദർശനം എന്തെന്ന്. കഴിഞ്ഞ ഒരാഴ്ച നീ കൂടുതൽ സംസാരിക്കുന്ന നിന്റെ സർക്കിള് ഇങ്ങതാ. ആ സർക്കിള് സ്തോത്രം നോക്കുമ്പോൾ ഞാൻ പറയാം നിന്റെ ദർശനം എന്താണ്. സ്തോത്രം. നിന്റെ കോണ്ടാക്ട്സ്, നിന്റെ ഇമ്മീഡിയറ്റ് ഫ്രണ്ട്ഷിപ്പ് ആരാണ്? അതാണ് നിന്റെ സർക്കിള്. സ്തോത്രം. നിന്റെ സർക്കിള് കാക്ക സർക്കിളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നീയും കാക്ക സർക്കിളാകും. ഇല്ല, നിന്റെ സർക്കിൾ കഴുകനാണെങ്കിൽ ഇന്ന് നീ കാക്ക ലെവലിൽ ഇരുന്നാലും സൂൺ ഓർ വെരി സൂൺ ഈ ദിവസങ്ങളിലൊന്ന് ഇല്ലാത്ത ഒരു കഴുകൻ ചിറകൻ നിന്റെ ജീവിതത്തിലുണ്ടായി നീ കഴുകൻ ലെവലിൽ പറന്നു പോകാം. അതുകൊണ്ട് റോങ് കമ്പനിയാണ്, റോങ് ആയിട്ടുള്ള ഹാങ് ഓവറാണ്, റോങ് ആയിട്ടുള്ള പരിപാടിയാണെങ്കിൽ അടുത്തിരിക്കുന്നത് നോക്കി പറഞ്ഞാട്ടെ, ചെക്ക് യുവർ കമ്പനി. സ്തോത്രം. കമ്പനി മാറ്. പെട്ടെന്ന് പറ, കമ്പനി മാറ്, കമ്പനി മാറ്, കമ്പനി മാറ്, കമ്പനി മാറ്, കമ്പനി മാറ്. യേശുവിൻ്റെ നാമത്തിൽ കമ്പനി മാറ്. കാരണം എൻ്റെ മേൽ തീ ഉണ്ടെങ്കിൽ വെള്ളം കൊണ്ട് നടക്കുന്ന ഒരുത്തനെ ഞാൻ നിർത്തത്തില്ല. അവൻ എൻ്റെ മേൽ വെള്ളം ഒഴിക്കാൻ ചാൻസ് ഉണ്ട്. എൻ്റെ മേൽ തീ ഉണ്ടെങ്കിൽ മണ്ണെണ്ണ കൊണ്ട് നടക്കുന്നവനെത്താ, അല്ലെങ്കിൽ പെട്രോൾ കൊണ്ട് നടക്കുന്നവനെത്താ. കാരണം മങ്ങിക്കത്തുന്ന ഞാൻ ഒന്ന് ഈ തലമുറയിൽ ആളിക്കത്തട്ടെ. കൈയടിക്കുന്നെങ്കിൽ നേരെ കരങ്ങളടിക്കുക. Come on. നിനക്കൊരു ദർശനമുണ്ടെങ്കിൽ ആ ദർശനത്തെ അബോർട്ട് ചെയ്യുന്നവനെയല്ല നിനക്ക് വേണ്ടിയത്. എലിസബത്ത്, സ്തോത്രം, എലിസബത്ത് ഗർഭിണിയായി. ഇതാ സ്തോത്രം, എഫ്രൈം മലനാട്ടിൽ ഒളിച്ചു പാർക്കുകയാണ്. എഫ്രൈം മലനാട്ടിൽ അവൻ ഒളിച്ചു പാർക്കുമ്പോൾ ഒരു ദിവസം അലണ്ട ഒരു ഫീമെയിൽ വോയിസിൽ സ്തോത്രം ഇതാ വാതിക്കൽ ഒരു തട്ട് കേൾക്കുന്ന അമ്മ, സീനിയർ ഗർഭിണി, അവൾ പ്രസവിക്കാറായി. അവളതാ എഴുന്നേറ്റ് വന്ന് വാതിൽ തുറക്കുമ്പോൾ അബോർഷനിസ്റ്റ് അല്ല ആ വാതിക്കൽ നിൽക്കുന്നത്, മറ്റൊരു ഗർഭിണി നിൽക്കുന്നത് അത്രേ അവൾ കണ്ടത്. യേശുവിൻ്റെ നാമത്തിൽ ഒരു വിഷണറിക്ക് വേറൊരു വിഷണറിയെ മാത്രമേ, നിങ്ങൾക്ക് മനസ്സിലായില്ല, ഇതൊരു പാസ്റ്റേഴ്സ് കോൺഫറൻസ് പോലെ എനിക്ക് തോന്നുന്നു. ഒരു വിഷണറിക്ക് മാത്രമേ വേറൊരു വിഷണറിയെ മനസ്സിലാകത്തുള്ളൂ. ഒരു ദർശനമുള്ളവന് മാത്രമേ മറ്റൊരു ദർശനം ഉള്ളവനെ മനസ്സിലാകത്തുള്ളൂ. ഉറങ്ങിയിരിക്കുന്നവർ ഉണരട്ടെ. ഒരു നുണയന് മാത്രമേ മറ്റൊരു നുണയനുമായി കൂടിയിരിക്കാൻ പറ്റത്തുള്ളൂ. ആരും കേട്ടില്ല. സ്തോത്രം. ഒരു ഗർഭിണിക്ക് മാത്രമേ തൻ്റെ വീട്ടിലേക്ക് വേറൊരു ഗർഭിണിയെ അക്കോമഡേറ്റ് ചെയ്യാൻ തക്കോണം കഴിയത്തുള്ളൂ. സ്തോത്രം. ഹായ്, വെരി ഹോർ യു കം, പ്ലീസ് കം. സ്തോത്രം. അവര് ആരെങ്കിലും ചെയ്യുമ്പോൾ അതുവരെ നിർജീവമായി കിടന്ന സ്തോത്രം, പിള്ള ഗർഭത്തിൽ തുള്ളി. കാരണം എന്താണെന്നറിയോ? ഇരുമ്പിനെ മൂർച്ച കൂട്ടുന്നു. 1 will chase 1,000 and 2 will chase 10,000. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും. Come on, ദർശനമുള്ളവരെന്തിയേ? യേശുവിൻ്റെ നാമത്തിൽ കരയുന്നവൻ്റെ കണ്ണുനീർ തുടയ്ക്കുന്ന, കൂട്ടവിടുതലുകൾ കൊണ്ടുവരുന്ന, സഭാ വളർച്ചയെക്കുറിച്ച് സംസാരിക്കുന്ന, ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്ന, അപ്പോസ്തല പ്രവൃത്തിയുടെ അടുത്ത മണ്ഡലത്തെ എങ്ങനെ ഈ മണ്ണിൽ വെളിപ്പെടുത്താമെന്ന് പറയുന്നു, മരിച്ചവരെ എണീപ്പിക്കുന്ന, സ്തോത്രം. അതെ, ശംഖുമുഖത്തെ സ്നാനക്കുടമായി പ്രഖ്യാപിക്കുന്ന, ടെക്നോ പാർക്ക് അവനെ ടേക്ക് ഓവർ ചെയ്യുന്ന, ടെക്നോ സിറ്റിയിൽ വിടുതൽ കൊണ്ട് നടക്കുന്ന, അടുത്ത ജനറേഷനെ കുറിച്ച് സംസാരിക്കുന്ന മിഷണറീസ് എന്തിയേ? സ്തോത്രം. ദർശനമുള്ളവൻ മാത്രമായിരിക്കട്ടെ നിന്റെ ചുറ്റും നിൽക്കുന്നത്. മനസ്സിലായ റാമേൻ പറഞ്ഞോടെ. ദർശനം ദൈവത്തിൽ നിന്ന് വരുന്നു. കണ്ണുനീരിനാൽ കുതിർക്കുന്നു, പ്രാർത്ഥിച്ച് പ്ലാൻ ചെയ്യുന്നു. റൈറ്റ് കമ്പനിയിൽ ദൈവത്തിൻ്റെ കൃപയാൽ നീ ആയിരിക്കുന്നു. അയ്യോ, ആ ദർശനം ദൈവകൃപയാൽ കിട്ടിയെങ്കിൽ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ആ ദർശനം നിനക്ക് കിട്ടിയെങ്കിൽ അതിനോടുകൂടെ ഫ്രീ ആയി കിട്ടുന്ന ഒരു കാര്യമുണ്ട്. ദർശനം ദൈവികമെങ്കിൽ ഫ്രീ ആയി നിനക്ക് കിട്ടുന്ന ഒരു കാര്യമുണ്ട്, ഉപദ്രവം. എല്ലാവരുടെ കാറ്റും പോയി. എന്തൊരു ശാന്തത. ദർശനം ദൈവികമെങ്കിൽ, സ്തോത്രം. ഹായ്,
കൺഗ്രാജുലേഷൻ എന്ന് ലൂസിഫർ ഒരിക്കലും പറയത്തില്ല. ആ ദർശനത്തെ പൊളിക്കാൻ, ആ ദർശനത്തെ തകർക്കാൻ അത് മാക്സിമം അടവ് സാത്താൻ പ്രയോജനപ്പെടുത്തും. ഏത് സെക്കൻഡിലാണോ നിന്റെ മേലൊരു ദർശനം വരുന്നത്, ഒരു വാഗ്ദത്തം വരുന്നത്, ആ ദർശനത്തിൽ നീ എത്തിയിരിക്കാൻ നിനക്കെതിരെ പിശാച് പൊരുതും. പക്ഷേ സ്തോത്രം, ഈ ദർശനം എൻ്റെതല്ല, ദർശനം എൻ്റെ കുടുംബസ്വത്തുമല്ല, ഈ ദർശനം ദൈവത്തിൻ്റെതായതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഡോൺ വറി, നിന്നോട് പൊരുതുന്നവരോട് അതുകൊണ്ട് ഈ ദർശനം സംരക്ഷിക്കപ്പെടണമെന്നും, ഈ ദർശനത്തിൽ നീ ജീവിക്കണമെന്നും, ഈ ദർശനം വളരണമെന്നും, ഈ ദർശനം ചുമ്മാ ദിവാസ്വപ്നമായി കാണുകയല്ല, ആ ദർശനത്തിന്റെ പൂർത്തീകരണത്തിൽ നീ എത്തണമുള്ളത് നിന്റെ ആവശ്യത്തെക്കാൾ അത് ദൈവത്തിന്റെ ആവശ്യമാണ്. Come on, sit back and relax. നീ ആ ദർശനത്തെ കുറിച്ച് ഭാരപ്പെടുന്നതിനേക്കാൾ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇന്ന് പകൽ ഒരു ശബ്ദം ഉയർന്നു. ഓ, അവൻ പറയും, ചെയ്യണമേ, ചെയ്യണമേ, നടത്തണമേ, ദൂതന്മാരെ ഇറക്കണമേ, എന്റെ പ്രവൃത്തിയെ ഭൂമിയിൽ തിരുവനന്തപുരത്ത് വെളിപ്പെടുത്തണമേ. സ്തോത്രം, നീ അതിനെ കുറിച്ച് ഭാരപ്പെടുന്നതിനേക്കാൾ ആ ദർശനത്തെ കുറിച്ച് ദൈവം ഭാരപ്പെടുന്നു. കാരണം ദർശനം ദൈവത്തിൻ്റെതാണ്. സ്തോത്രം, പർവ്വതത്തിന് മുകളിൽ എപ്പോഴാണോ കർത്താവ് കൽപ്പന നൽകിയത്, അതേ സെക്കൻഡിൽ തന്നെ താഴ്വരയിൽ കൽപ്പനയുടെ ലംഘനം സാത്താൻ ജനത്തിലൂടെ ഒരുക്കിയതുപോലെ എപ്പോഴാണ് ഒരു ദർശനം കിട്ടുന്നത്, ആ ദർശനം ആരംഭിക്കുമ്പോൾ തന്നെ സ്തോത്രം നിയമങ്ങൾ മാറുകയാണ്. ഫർവോൻ പറയുകയാണ്, എബ്രായ കുഞ്ഞുങ്ങളെ കൊന്നുകളയണം. സ്തോത്രം, അതെ, ഹെരോദാവ് പറയുകയാണ്, സ്തോത്രം, 2 വയസ്സിന് താഴെയുള്ള സകല കുഞ്ഞുങ്ങളെ കൊന്നുകളയണം. യഹൂദ മലനാട്ടിലും പലസ്തീൻ ദേശത്തും 100 കണക്കിന് കുട്ടികളെ തലങ്ങും വിലങ്ങും വെട്ടിത്തകർക്കുകയാണ്. കാരണം ഗാളി വിഷൻ ഇതാ ജനിച്ചു കഴിഞ്ഞു, മോശ ഇതാ ജനിച്ചു കഴിഞ്ഞു, യേശു കർത്താവ് ഇതാ ജനിച്ചു കഴിഞ്ഞു. പക്ഷേ സ്തോത്രം, ദൂത് ഇതാണ്. ഏത് ഫറവോൻ ഏത് കൊട്ടാരത്തിലിരുന്ന് ഏത് മോശയ്ക്കെതിരെ പുതിയ നിയമം പാസ്സാക്കിയോ, അതേ കൊട്ടാരത്തിൽ മോശ വളർന്നു. ഏത് ഫറവോൻ, സ്തോത്രം, കേക്ക്, ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സ്തോത്രം, അതെ, ഏത് കൊട്ടാരത്തിലിരുന്ന് ഏത് ഫറവോൻ മോശയെ തകർക്കാൻ സ്തോത്രം പദ്ധതിക്കിട്ടോ, അതേ കൊട്ടാരത്തിൽ അപ്പിയിട്ട്, അതേ കൊട്ടാരത്തിൽ മോശക്കുഞ്ഞു ശൂശു വെച്ച്, അതേ ഫറവോന്റെ കൊട്ടാരത്തിലൂടെ കരഞ്ഞ് സ്തോത്രം മോശ വളർന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, എവിടെയാണോ നിനക്കെതിരെ വലതുവശത്ത് 1000-ങ്ങളും ഇടതുവശത്ത് 10,000 വീഴുന്നത്, നിന്നോടടുത്ത് വരികയില്ല. സ്തോത്രം, ദൈവം നിന്റെ സങ്കേതം, ദൈവം നിന്റെ ബലം. അതിന്റെ നടുവിൽ ആ പ്രതിസന്ധിയെ ജയിച്ച് നീ വളര്. അതിന്റെ നടുവിൽ ആ പ്രതിസന്ധിയെ ജയിച്ച് ദൈവത്തിന് കൃപയാൽ നീ മുന്നേറ. വേദപുസ്തകം പറയുന്നു, എവിടെയാണോ സ്തോത്രം പ്രോമിസ് ആകുന്ന ദൈവിക വിഷൻ വരുന്നത്, ഉടനെ തന്നെ പെർസിക്യൂഷൻ ഉണ്ടാകും. പെർസിക്യൂഷൻ ഉണ്ടായാൽ നോ പ്രോബ്ലം സഹോദരങ്ങളെ, അവിടെ ദൈവത്തിന്റെ പ്രൊവിഷനും ഉണ്ടായിരിക്കും. സ്തോത്രം, പ്രോമിസ് ഉണ്ടോ, പെർസിക്യൂഷൻ ഉണ്ട്, അഥവാ പ്രോബ്ലംസ് ഉണ്ട്, ഉടനെ തന്നെ അവിടെ സ്തോത്രം ദൈവത്തിന്റെ പ്രൊവിഷനും വെളിപ്പെടും. സ്തോത്രം, ഏത് ദൈവത്തിന്റെ ദാസന്റെ ജീവിതത്തിലാണെങ്കിലും സ്തോത്രം, അത് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം, യു ആർ ദ റൈറ്റ് ട്രാക്ക്. സ്തോത്രം, നീ റൈറ്റ് ട്രാക്ക്. പണ്ടാരണ്ട് ഒരാൾ ഇങ്ങനെ പറഞ്ഞ്, 52 വർഷമായി കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കുന്നു, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. ഞാൻ തിരിച്ചു പറഞ്ഞു, തൻ്റെ അഭിഷേകത്തിന് എന്തോ പ്രശ്നമുണ്ട്, തൻ്റെ അഭിഷേകത്തിന് നിശ്ചയമായി എന്തോ പ്രശ്നമുണ്ട്. കാരണം യഥാർത്ഥ അഭിഷേകം ആർക്കുണ്ടോ സാത്താൻ വെറുതെ ഇരിക്കത്തില്ല. അവന്റെ മുടിയെ മാത്രമല്ല, അവന്റെ തലയെ വെട്ടാൻ സാത്താൻ നിൽക്കും. പക്ഷേ യഥാർത്ഥ അഭിഷേകത്തെ പറയോ, ചെകുത്താനെ നീ എന്റെ തല വെട്ടിയോ, നീ എന്റെ മുടി വെട്ടിയോ, പിശാചേ നീ എന്റെ മുടി വെട്ടിയോ, ഞാൻ നിന്റെ തലയെ വെട്ടും. യാക്കോബിന്റെ വീട്ടില് വേറെ ആർക്കുമില്ലാത്ത അപവാദം, വേറെ ആർക്കുമില്ലാത്ത പൊട്ടക്കിണറ്, വേറെ ആർക്കുമില്ലാത്ത കേസ്, വേറെ ആർക്കുമില്ലാത്ത ജയില്. സ്തോത്ര, യോസഫിനുണ്ടായിരുന്നത് നമുക്കറിയാം, മറ്റാർക്കുമില്ലാത്ത ഒരു സ്വപ്നം അവന് ഉണ്ടായിരുന്നത് കൊണ്ടാണ്. വേറെ ആർക്കുമില്ലാത്ത ക്രൂശീകരണം, വേറെ ആർക്കുമില്ലാത്ത എക്സ്ട്രാ ചാട്ടവാറടി, വേറെ ആർക്കുമില്ലാത്ത ഗദശമന യേശുണ്ടായിരുന്നത്, വേറെ ആർക്കുമില്ലാത്ത ഒരു പ്രൊമോഷൻ അവന് എത്തുവാൻ വേണ്ടിയാണ്. എന്ന പകൽക്കാലം മറ്റാർക്കുമില്ലാത്ത ഏതെങ്കിലും വഴിത്താരകളും താഴ്വരകളും ഏതെങ്കിലും മുള്ളുകളും മേടുകളും നിന്റെ ജീവിതത്തിൽ കടന്നു പോകുന്നതിനായി ഗ്യാരണ്ടി
guarantee you, യേശുവിൻ്റെ നാമത്തിൽ ഇത് കേട്ടു പോകുന്ന ദിവസങ്ങളല്ല, ഇത് നമ്മൾ നിൽക്കുന്ന ദിവസങ്ങളത്രേ. സുവാർത്ത ദൂതൻ്റെ കാൽ പർവ്വതങ്ങൾ എത്ര മനോഹരം. സുവാർത്ത ദൂതൻ്റെ കാൽ താഴ്വരകൾ തകരുകയല്ല, നിന്റെ മുൻപിൽ നിൽക്കുന്ന പർവ്വതത്തെ നീ ജയിക്കുകയാണ്. ജയം നിനക്കുള്ളതത്രേ. എത്ര പേർ കാര്യങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുക. ഏറ്റവും കൂടുതൽ ഭൂപരപ്പിൽ വാഗ്ദത്തം ദൈവം ചെയ്തതായ ജനമാണ് യഹൂദന്മാർ. അതുകൊണ്ടാണ് യഹൂദന്മാർ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നത്. ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിൽ കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ വർഷത്തിലൊരിക്കൽ ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിൽ ഒരു ജൂയിഷ് ഫാമിലി ചെക്ക് ഇൻ ചെയ്യുക. എനിക്ക് ജ്യൂസിന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായതുകൊണ്ട് ആ ഓർത്തഡോക്സ് ജ്യൂസിൻ്റെ അടുക്കലേക്ക് ഞാൻ അങ്ങനെ ഓടിപ്പോയി. ഞാൻ ദൂരെ നിന്ന് നല്ല ഫാസ്റ്റായിട്ട് വരുന്നത് കണ്ട് ആ മനുഷ്യൻ സ്തോത്രം തൻ്റെ ഭാര്യയുടെ അടുക്കൽ മക്കളുടെ അടുക്കലേക്ക് ഇങ്ങനെ മാറി തന്ന അദ്ദേഹം നിശ്ചയം ഭയന്നത് എനിക്ക് മനസ്സിലായി. കാരണം എന്താണ്, യഹൂദന്മാർ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട. ഞാൻ പോയിട്ട് പറഞ്ഞു, സർ ഐ എം എ പാസ്റ്റർ, എവറി സൺഡേ വി പ്രേ ഫോർ യു ഇസ്രായേൽ, വി റിയലി സപ്പോർട്ട് ഇസ്രായേൽ. സ്തോത്രം അദ്ദേഹം സന്തോഷമായി ഡു ഗുഡ് എന്ന് പറഞ്ഞ് സ്തോത്രം അതെ പ്ലീസ് ഗോ ahead and always you think and do the good things for the humanity എന്ന് പറഞ്ഞ മനുഷ്യൻ സ്തോത്രം സംസാരിച്ച് ഞങ്ങൾ പിരിയുകയുണ്ടായി. സ്തോത്രം അതെ, അവർ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന കാര്യം സ്തോത്ര കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ടത് യഹൂദന്മാരാണ്. ഏറ്റവും കൂടുതൽ തകർക്കപ്പെട്ട യഹൂദന്മാരാണ്. ഏറ്റവും കൂടുതൽ തീവ്രവാദി ആക്രമണം യുദ്ധം കണ്ടത് യഹൂദന്മാരാണ്. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, കാശ്മീരിലില്ലാത്ത, ശ്രീലങ്കയിൽ കാണാത്ത, ലോകത്തിലെ മറ്റ് ഏതെങ്കിലും സ്തോത്രം ജോഗ്രഫിക്കൽ ഏരിയയിൽ ഇല്ലാത്തതായ പ്രശ്നം യഹൂദന്മാർക്കുണ്ടായത് എന്തുകൊണ്ടാണ്? കേൾക്കണം, അത്രയും വാഗ്ദത്തം അവനുള്ളത് കൊണ്ടാണ്, അത്രയും അവനെക്കുറിച്ച് ദൈവത്തിൻ്റെ ദർശനമുള്ളത് കൊണ്ടാണ്. പക്ഷെ എത്രത്തോളം നമ്മളെ ശത്രു അടിക്കുന്നോ അത്രത്തോളം മൂർച്ച കൂടത്തേയുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? സ്തോത്രം. ഇന്ന് ലോകത്തിലുള്ളത് ഏറ്റവും ബ്രെയിനീസും ബ്രില്യൻസും, ഇന്ന് ലോകത്തിലുള്ളതിൽ ഏറ്റവും കൂടുതൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ യഹൂദന്മാരത്രേ. കാരണം സ്തോത്രം അവർ എത്രത്തോളം തകർക്കപ്പെട്ടിട്ടും ദൈവകൃപയാൽ അവർ എത്രയും എഫക്റ്റീവായി ദൈവസന്നിധിയിൽ നിന്ന് ഒരു പ്രോമിസ് നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഞാൻ ആവർത്തിക്കുന്നു, ഒരു പ്രോമിസ് നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ സഹോദരങ്ങളെ ഒരു പ്രോബ്ലം വരും. പക്ഷേ ആ പ്രോബ്ലത്തെ ജയിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ തന്ന് ദൈവം തന്നെ ബലപ്പെടുത്തും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. അതേ, ഒരു പ്രോമിസ് ഉണ്ടെങ്കിൽ സ്തോത്രം ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷേ ആ പ്രോബ്ലത്തിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ഫൈനലി യു വിൽ റീച്ച് the entrance of the fulfillment of your vision. സ്തോത്രം. ആ പ്രോബ്ലം കടന്ന് അവസാനം നീ എത്തുന്നത് ആ ദർശനത്തിൻ്റെ പൂർത്തീകരണത്തിലാണ്. ഒരു സീഡ് അമ്മയുടെ ഗർഭത്തിൽ വീണിട്ട്, ഒരു ഭ്രൂണം വീണിട്ട് 9 മാസം അവൾ ചുമന്ന് നടക്കുന്നു. ഫൈനലി സ്തോത്രം ആ വാട്ടർ ബാഗ് ബ്രേക്ക് ചെയ്യുന്ന, അയ്യോ പെയിൻ സ്റ്റാർട്ട് ചെയ്യാണ്. അയ്യോ അത് പ്രോബ്ലം ആയിരിക്കാം, നിനക്ക് പെയിൻ ആയിരിക്കാം. പക്ഷേ സ്തോത്രം ആ പെയിന് തീരുമ്പോൾ നല്ലൊരു ബേബി, നീ കണ്ടിട്ടില്ലാത്ത നല്ലൊരു സുന്ദരനായ, നല്ലൊരു സുന്ദരിയായ നല്ലൊരു ബേബി, നിൻ്റെ വീട്ടിലില്ലാത്ത നല്ലൊരു ബേബിയെ നീ കാണുവാൻ വേണ്ടി പോകുന്ന. എക്സാക്ട്ലി ദ സെയിം ടൈം മനസ്സിൽ, ശരീരത്തിൽ വിവിധ പെയിനിലൂടെ, പ്രോബ്ലംസിലൂടെ, നിന്ദകളിലൂടെ, അപമാനങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയി എങ്കിൽ there is a vision about you. നിന്നെക്കുറിച്ച് ദൈവത്തിന് ഒരു ദർശനമുണ്ട്. ആ ദർശനത്തിൽ നീ എത്തിച്ചേരും. പഴയ നിയമത്തിൽ ഒരാളുണ്ട്, ഹി ഈസ് എ മാൻ ഓഫ് വിഷൻ. സ്വന്തം വീട് അവനെതിരെ അടഞ്ഞപ്പോൾ സ്വർഗം അവനായി തുറന്നു. ഒരു വലിയൊരു സ്വർഗീയ ഗോവേണി ഇറങ്ങി വന്നു. അതൊരു പ്രൊഫറ്റിക് സിമ്പലാണ്. സ്തോത്രം. നീ താഴോട്ട് കുഴിയിലോട്ട് ഇറങ്ങുന്ന ഒരു ഏണിയല്ല, നീ കണ്ടിട്ടില്ലാത്ത ഉയരങ്ങൾ കയറുവാൻ നിൻ്റെ മുൻപിൽ ഞാനിതൊരു ഗോവേണി വയ്ക്കുന്നു. സ്തോത്രം. അവൻ ആ ഗോവേണിയും കണ്ടു. ദാറ്റ്സ് എ വണ്ടർഫുൾ വിഷൻ. യാക്കോബ് സന്തോഷിച്ചു. ലാബാൻ്റെ വീട്ടിൽ വന്നു. അവിടെ ഒരു പെണ്ണിനെ കണ്ടതും ഏണിയും മറന്നു, പാമ്പിനെയും മറന്നു. സ്തോത്രം. ദൈവത്തെ മറന്നു. 14 സംവത്സരം ആ പെണ്ണിന് വേണ്ടി നടന്നു. 7 സംവത്സരം ആടിനു വേണ്ടി മറന്നു. പിന്നെ ആ ദൈവത്തെക്കുറിച്ച് അവൻ ഓർത്തത് യാബോക്ക് കടവിൽ വെച്ചാണ്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എവിടെയാണ്? യാബോക്ക് കടവെന്ന് പറഞ്ഞാൽ യോർദാനാണ്, മറക്കല്ല. യോർദാൻ എന്ന് പറഞ്ഞാൽ മരണത്തിന് തത്തുല്യമായ വേദന. അയ്യോ ഇനി ജീവിക്കണ്ടേ എന്നാര് പറഞ്ഞു? ഇനി ജീവിക്കണ്ട, ഇനി ജീവിക്കാൻ പറ്റത്തില്ലെന്ന് ആര് പറഞ്ഞു? അതിൻ്റെ ശവപ്പെട്ടിയുടെ അളവെടുക്കുന്ന നേരം അല്ല, നീ കണ്ടിട്ടില്ലാത്ത പുതിയൊരധ്യായം നിനക്കായി തുറക്കുന്ന നേരമാണ്.
യോർദാനിലാണ് കർത്താവ് യേശു സ്നാനപ്പെട്ടത്. സ്നാനത്തിൽ സംഭവിക്കുന്നത് സെൽഫ് ഡിനായലാണ്. ഇനി ഞാനല്ല ജീവിക്കുന്നത്, യേശു അത്രയും എന്നിൽ ജീവിക്കുന്നത്. സ്തോത്രം. യോർദാന്റെ കടവിൽ, യാബോക്ക് കടവിൽ വെച്ച് യാക്കോബിനെ കർത്താവ് ഇസ്രായേലാക്കി തീർത്തു. സ്തോത്രം. ദൈവമായി എൻകൗണ്ടർ ഉണ്ടായി. യാക്കോബിനെ അറിയാം സ്വപ്നം എന്താണ്, ദർശനം എന്താണ്. താനിതാ സ്തോത്രം നരച്ചു തുടങ്ങി. കുഞ്ഞുങ്ങളിതാ തലയെടുത്തു. സ്തോത്രം. മൂത്ത മക്കളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാറായി. യാക്കോബ് ഇത് കേട്ടു. അവർ നല്ല കാര്യമല്ല ചെയ്യുന്നത്, പൊല്ലാത്തതാണ് പലരും ചെയ്യുന്നത്. പക്ഷെ ഒരുത്തൻ ഒരു ദിവസം ഓടി വന്നിട്ട് പറഞ്ഞു, പാപ്പാ ഞാനൊരു സ്വപ്നം കണ്ട്. അവനവന് ഭയങ്കര സന്തോഷമായി. എൻ്റെ ദൈവമാണ് ഉണങ്ങിയ വടിയുമായി നടന്ന് എന്നെ വലിയ സമ്പന്നനാക്കി തീർത്തത്. ദേശത്തിൽ അടക്കാൻ കഴിയാത്ത ഭയങ്കര സമ്പത്താക്കി തീർത്തത് സ്തോത്രം എൻ്റെ ദൈവത്തിൻ്റെ ദർശനമാണ്. എവിടെ നോക്കിയാലും യാക്കോബിൻ്റെ ആട്, യാക്കോബിൻ്റെ മാട്, എവിടെ നോക്കിയാലും യാക്കോബിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. സ്തോത്രം. ദേശത്ത് എവിടെ പോയാലും യാക്കോബിൻ്റെ സമ്പത്താണ് എന്നെ വലിയവനാക്കിയത്. സ്തോത്രം. ഒരു ദർശനമാണ്. ഇപ്പോൾ ഇത് അടുത്ത തലമുറയിലേക്ക്, തലമുറകൾ എൻ്റെ അപ്പൻ എന്നിലേക്ക് പകർന്നെങ്കിൽ അടുത്ത തലമുറയിൽ ആരിലേക്ക് പകരുമെന്ന് പറഞ്ഞപ്പോൾ വേണ്ടേ ഒരു സ്വപ്നക്കാരൻ വന്നിരിക്കുന്ന ഒരു ദർശനക്കാരൻ വന്നിരിക്കുന്നു. ഹി വാസ് സോ സൂതൻ ഇൻ ഹിസ് ഹാർട്ട്. എൻ്റെ ഹൃദയത്തിൽ അവൻ ഭയങ്കരമായി സന്തോഷിച്ചു. പക്ഷേ ഒരു ദിവസം ഒരു ദുർവർത്തമാനം കടന്നു വന്നു. കുറച്ച് കീറിയ തുണിയും 10 കള്ളസാക്ഷികൾ. കീറിയ തുണിയും 10 കള്ളസാക്ഷി ഉണ്ടെങ്കിൽ ഏത് വിശുദ്ധനെയും നമുക്ക് തട്ടിക്കളയാം. എന്തൊരു ശാന്തത ആർക്കെ കൊണ്ടു. കുറച്ച് കീറിയ തുണിയും 10 കള്ളസാക്ഷി ഉണ്ടെങ്കിൽ ഏത് വിശുദ്ധനെയും തട്ടിക്കളയാം. യാക്കോബിനന്ന് വിവേചനമില്ലാത്തത് കൊണ്ട് സ്തോത്രം പുള്ളി അത് വിശ്വസിച്ചു. എൻ്റെ സ്വപ്നക്കാരൻ പോയി. എൻ്റെ റേച്ചൽ മരിച്ചു. അവളിലൂടെ എനിക്ക് കിട്ടിയ മൂത്ത മകൻ യോസെഫ് മരിച്ചു. കുറച്ച് കീറിയ തുണിയും കുറച്ച് കള്ളസാക്ഷികളും. കുറച്ച് കീറിയ തുണിയും കള്ളസാക്ഷിയും. യാക്കോബ് അത് വിശ്വസിച്ച്. പിശാച് കള്ളനാണ്. സ്തോത്രം. അവനതിൽ വിശ്വസിച്ചു. എൻ്റെ യാക്കോബ്, എൻ്റെ യോസെഫ് അവന് മരിച്ചുപോയി. തുടർന്ന് നിങ്ങൾ വായിക്കുമ്പോൾ 36-ാം അധ്യായം തുടങ്ങി ഉൽപ്പത്തി 36 മുതൽ 46 വരെയുള്ള 23 വർഷത്തോളം ഗാഡ് വാസ് ടോട്ടലി സൈലന്റ്. നിങ്ങളെപ്പോലെ തന്നെ കർത്താവ് ടോട്ടലി നിശബ്ദനായിരുന്നു. ദൈവം അതുവരെയും യാക്കോബിനോട് സംസാരിച്ചിട്ടൊരു ദൈവം ഒരൊറ്റ വാക്ക് പോലും യാക്കോബിനോട് പിന്നെ മിണ്ടിയില്ല. ദൂതിതാണ്. സ്തോത്രം. നിരാശനോട് ദൈവം ഇടപെടത്തില്ല. നിരാശയുള്ളവൻ ഒരിക്കലും ദൈവശബ്ദം കേൾക്കത്തില്ല. യാക്കോബിൻ്റെ കേസിൽ കാരണം അവൻ വിചാരിച്ചത് സ്തോത്രം എൻ്റെ സ്വപ്നക്കാരൻ മരിച്ചുപോയി. എന്നാൽ കാണാത്ത മണ്ഡലത്തിൽ യോസെഫിനോട് ദൈവം സംസാരിക്കുന്നുണ്ട്. യാക്കോബിനില്ലാത്ത പെയിനും പ്രഷറും സ്തോത്രം യോസെഫിനുണ്ടായിട്ടും യോസെഫിന് ദൈവം സ്വപ്നം കൊടുക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. കാരണം അവൻ്റെ അകത്ത് നിരാശ കയറിയിട്ടില്ല. ഇന്ന് പുറത്ത് പ്രശ്നമുള്ളത് പുറത്ത് നിർത്തിയാട്ടെ, ഈ പുറത്തുള്ളതൊന്നും നിൻ്റെ അകത്ത് കയറല്ല. നിൻ്റെ പുറത്തുള്ള പെയിൻ, പുറത്തുള്ള പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ, തിരുവനന്തപുരം മലയാളത്തിൽ പറഞ്ഞാൽ പടിയടച്ച് പിണ്ടം വെച്ച് അതിനെ പുറത്ത് നിർത്ത്. പിശാചിനെ, ആ പ്രശ്നത്തെ, ആ വാക്കുകളെ, ആ കമന്റുകളെ യേശുവിൻ്റെ നാമത്തിൽ പുറത്ത് നിർത്ത്. അകത്ത് ദൈവത്തെയും ദൈവത്തിൻ്റെ ദൂതനെയും നിർത്ത്. ലോങ് 23 years കള്ളം വിശ്വസിച്ച യാക്കോബിനോട് ദൈവം മിണ്ടിയില്ല. കാരണം എൻ്റെ യോസെഫ് പോയി. എടാ യാക്കോബേ, കാണുന്ന മണ്ഡലത്തിൽ നിന്റെ സ്വപ്നക്കാരൻ നിന്റെ വീട്ടിലില്ലെങ്കിലും കാണാത്ത മണ്ഡലത്തിൽ അവൻ തൻ്റെ ലക്ഷ്യത്തോട് അടുക്കുകയാണ്. ക്രൈസ്റ്റ് സെന്റർ
കാണുന്ന മണ്ഡലത്തിൽ ഒന്നും നടക്കുന്നില്ലെന്ന് തോന്നിയാലും ഈ ദിവസങ്ങളിൽ സ്തോത്രം, കാണാത്ത മണ്ഡലത്തിൽ കർത്താവ് നിനക്ക് വേണ്ടി ചിലത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. 4 പേരെ തൊട്ട് പറ, കർത്താവ് ഈ ദിവസങ്ങൾ ബിസിയാണ് പറഞ്ഞാട്ടെ. കർത്താവ് ഈ ദിവസങ്ങൾ ബിസിയാണ്. പെട്ടെന്ന് പറഞ്ഞേ, കർത്താവ് ഈ ദിവസങ്ങൾ ബിസിയാണ്. എനിക്ക് വേണ്ടി കർത്താവ് ഈ ദിവസങ്ങൾ ബിസിയാണ്. കർത്താവ് ഈ ദിവസങ്ങൾ ബിസിയാണ്. കർത്താവ് ഈ ദിവസങ്ങൾ സ്വപ്നം കൊടുക്കേണ്ടവനോട് സ്വപ്നം കൊടുക്കുന്നു. കർത്താവ് ഈ ദിവസങ്ങൾ വ്യാഖ്യാനം കൊടുക്കേണ്ടവന് വ്യാഖ്യാനം കൊടുക്കുന്നു. കർത്താവ് ഈ ദിവസങ്ങൾ തുറക്കേണ്ട വാതിലുകൾ തുറക്കുന്നു. പുറത്തെടുക്കേണ്ടവനെ കർത്താവ് ഈ ദിവസങ്ങൾ പുറത്തെടുക്കുന്നു. കർത്താവ് ഇതാ പടവുകളെ കയറ്റുന്നു. കർത്താവ് ഇതാ നിർത്തേണ്ടവനെ ഫറവോന്റെ മുൻപിൽ നിർത്തുന്നു. കർത്താവ് വ്യാഖ്യാനിപ്പിക്കുന്നവനെ വ്യാഖ്യാനിപ്പിക്കുന്നു. കർത്താവ് ഇതാ ഇരുത്തേണ്ടവനെ ഇരുത്തേണ്ട സീറ്റിൽ ഇരുത്തുന്നു. കർത്താവ് ഇതാ സ്റ്റോർ ഹൗസുകളും നിറയ്ക്കുന്നു. കർത്താവ് ഇതാ രാജ്യങ്ങളെയും സ്റ്റോർ ഹൗസിന്റെ മുൻപിൽ കൊണ്ടുവരുന്നു. യെസ്, യാക്കോബേ, മനുഷ്യൻ പറയുന്ന മണ്ഡലത്തിൽ നിന്ന് പുറത്തു വാ. മനുഷ്യന്റെ ബുദ്ധിയുടെ മണ്ഡലത്തിൽ നിന്ന് പുറത്തു വാ. ആത്മമണ്ഡലത്തിലേക്ക് നോക്ക്. കാണുന്ന മണ്ഡലത്തിൽ നിന്ന് ഇന്ന് പകൽ കാണാത്ത മണ്ഡലത്തിലേക്ക് ഒരു ടേൺ അറൗണ്ട് യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. എഴുന്നേറ്റുന്ന ഒരു പ്രൊഫറ്റിക് ആക്ട് ചെയ്യാം. കമാൺ, എഴുന്നേറ്റാട്. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും എഴുന്നേറ്റാട്. കാണുന്ന മണ്ഡലത്തിൽ പലതും നിനക്ക് ശൂന്യമാണ്. കാണുന്ന മണ്ഡലത്തിൽ നിനക്ക് പലതും വേദനയാണ്. കാണുന്ന മണ്ഡലത്തിൽ പലതും നിനക്ക് സ്തോത്രം, അതെ, നിന്നെ കുത്തി വേദനിപ്പിക്കുകയാണ്. പക്ഷെ കാണാത്ത മണ്ഡലത്തിൽ എൻ്റെ ദൈവം ചിലത് ചെയ്യുന്നു. അടുത്തിരിക്കുന്നവർ ഹൈഫൈ കൊടുത്ത് പറ, ദൈവം ബിസിയാണ്. ഒരിക്കൽ കൂടെ പറ, ദൈവം ബിസിയാണ്. കർത്താവ് ബിസിയാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ബിസിയാണ്. എൻ്റെ നോട്ടിൽ ഇല്ലാത്തൊരു കാര്യം പറയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ ദിവസങ്ങൾ കാര്യങ്ങളെ എൻ്റെ ദൈവം നിനക്കായി വ്യത്യാസപ്പെടുത്തുകയാണ്. കാര്യങ്ങളെ ദൈവം നിനക്ക് വ്യത്യാസപ്പെടുത്തുകയാണ്. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ അത് വിശ്വസിക്കുന്നവരെ വലത്തോട്ടൊന്ന് തിരിഞ്ഞു നിന്നോട്ടെ. അത് വിശ്വസിക്കുന്ന എല്ലാവരും വലത്തോട്ടൊന്ന് പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് ദൈവത്തെ ആരാധിക്കാം. Turn around in Jesus name. യേശുവിന്റെ നാമത്തിൽ കാര്യങ്ങൾ മാറട്ടെ. വീട്ടിൽ കാര്യങ്ങൾ മാറട്ടെ. ഓഫീസിൽ കാര്യങ്ങൾ മാറട്ടെ. സമ്പത്തിൽ, ആരോഗ്യത്തിൽ കാര്യങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ പിശാചിന്റെ മനുഷ്യന്റെ കള്ളങ്ങളിൽ നിന്ന് ഇന്ന് പകൽ ഞങ്ങൾ പുറത്തു വരികയാണ്. ദർശനം, Godly vision. Hallelujah. Hallelujah. യാക്കോബേ, നീ കേട്ടോ, ആ ശബ്ദം കേട്ടോ. കൽമട വരുന്ന ശബ്ദമല്ല, വെട്ടിക്കിളി വരുന്ന ശബ്ദമല്ല, ആ രഥക്കൂട്ടം പാഞ്ഞു വരുന്ന ശബ്ദം നീ കേട്ടോ. നിന്റെ മക്കളെ അറസ്റ്റ് ചെയ്യാനല്ല വരുന്നത്, ബെന്യാമിനെ പിടിച്ചിട്ട് പോകാനല്ല വരുന്നത്. പകരം ഇതാ ഫറവോന്റെ രഥം നിന്നെ കൊണ്ടുപോകാൻ വേണ്ടി വരികയാണ്. നിന്നെ കൊണ്ടുപോകാൻ. സ്തോത്രം. വാഗ്ദത്തങ്ങൾ മരിക്കുന്നില്ല, വാഗ്ദത്തങ്ങൾ നശിക്കുന്നില്ല, വാഗ്ദത്തങ്ങൾക്ക് മാറ്റം വരുന്നില്ല. ആത്മമണ്ഡലത്തിൽ ഇന്ന് പകൽ ആത്മാവിന്റെ ശബ്ദം ജനം കേൾക്കട്ടെ. യേശുവിന്റെ നാമത്തില് നിന്റെ സ്വപ്നക്കാരൻ മരിച്ചിട്ടില്ല. നിന്റെ സ്വപ്നങ്ങൾ മരിച്ചിട്ടില്ല. നിന്റെ പ്രൊഫസി മരിച്ചിട്ടില്ല. ആ പ്രവചനം ഇന്ന് പകൽ ജീവിക്കട്ടെ. ആ ദൂത് ഇന്ന് പകൽ ജീവിക്കട്ടെ. ആ വാഗ്ദത്തം ഇന്ന് പകൽ ജീവിക്കട്ടെ. ആ പദ്ധതി ഇന്ന് പകൽ ജീവിക്കട്ടെ. യേശുവിന്റെ നാമത്തില് സ്വപ്നങ്ങൾ ജീവിക്കട്ടെ. ഈ മാർച്ചിൽ ഞങ്ങൾ യാക്കോബിനെ പോലെ മല്ല് പിടിക്കുകയാണ്. ജീവിക്കട്ടെ. ചെകുത്താൻ കൊന്നുകളഞ്ഞത്, അടക്കിയെന്ന് പറഞ്ഞത്, തീർന്നെന്ന് പറഞ്ഞത് ഇല്ല. എന്റെ യേശു അവൻ പുനർ ഉദ്ധാരണവും അവൻ ജീവന് മാത്രമേ ജീവൻ പ്രാപിക്കട്ടെ. ഗ്ലോറി. വായു തുറന്ന് അന്യഭാഷ പറയും, വായു തുറന്ന് നന്ദി പറയും, വായു തുറന്ന് ആരാധിക്കും, വായു തുറന്ന് ദൈവത്തെ സ്തുതിക്കും. ആ കുഞ്ഞിന്റെ ഭാവിയിൽ ഒരു പദ്ധതിയുണ്ട്. ആ മോന്റെ ജോലിയിൽ ഒരു വിടുതലുണ്ട്. ആരോഗ്യത്തിൽ ഒരു വിടുതലുണ്ട്.
ജനിക്കാതെ പോയ അബോർട്ട് ചെയ്ത ഒരു അനുഭവം ഇനിമേലും നിന്റെ വീട്ടിൽ ഇല്ല. ദുർമരണം ഇല്ല, അനർത്ഥങ്ങൾ ഇല്ല, പ്രതിസന്ധി ഇല്ല. ഈ ജീസസിനെ കട്ടലക്കാലുമേര് കുറുമണി മേര് ഇന്ന് പകൽ സ്തോത്രം യേശുവിന്റെ രക്തം തളിക്കുന്നു. മരണം മാറി നിൽക്കട്ടെ, പ്രതിസന്ധി മാറി നിൽക്കട്ടെ, പ്രതികൂലം മാറി നിൽക്കട്ടെ. ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. In Jesus name. ദർശനം ദർശനം. രാജാക്കന്മാർ നിന്റെ ഭവനത്തിൽ നിന്ന് പുറപ്പെടും. പ്രഭുക്കന്മാർ നിന്റെ വീട്ടിൽ ഉണ്ടാകും. അവസ്ഥകൾ മാറും. അനുഭവങ്ങൾക്ക് വ്യതിയാനം ഉണ്ടാകും. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കും. Godly vision, godly vision, godly vision, godly vision, godly vision, godly vision, godly vision. Yes, Lord, godly vision, godly vision, godly vision, godly vision. ഈ ബ്രേക്ക് ത്രൂ ഇത് നിന്നിൽ മാത്രം തീർന്നു പോകത്തില്ല. ഈ വിടുതൽ ഇത് നിനക്കുള്ളത് മാത്രം അല്ല. യാക്കോബേ, നിന്റെ സ്വപ്നക്കാരൻ യോസേഫിനെ ദൈവം കസേരയിൽ എത്തിച്ചത് അത് അവന് മാത്രമല്ല, അവന്റെ വീട്ടിലുള്ള മറ്റ് 70 പേരെയും കൂടെ ബാധിക്കുന്ന കാര്യമായത്, നന്മയ്ക്കായി ബാധിക്കുന്ന കാര്യമായത്. യേശുവിന്റെ നാമത്തിൽ ഈ മണ്ണിൽ നിനക്കൊരു തഴപ്പുണ്ട്, വിണ്ണിന്റെ തഴപ്പ്. ഈ മണ്ണിൽ നിനക്കൊരു കൊയ്ത്തുണ്ട്, വിണ്ണിന്റെ കൊയ്ത്ത്. ഈ മണ്ണിൽ നിനക്കൊരു ഉയർച്ചയുണ്ട്, പകർച്ചയുണ്ട്, ഉണർവുണ്ട്, ഉത്തേജനമുണ്ട്, ജയമുണ്ട്, അനുഗ്രഹമുണ്ട്, വിശാലതയുണ്ട്, ആരോഗ്യമുണ്ട്, ദീർഘായുസ്സുണ്ട്, നന്മയുണ്ട്. വിശ്വസിക്കുന്ന സാധനം പറ. അടുത്തിരിക്കുന്ന ഒരാളിനെ തൊട്ട് പറ, സൈലൻസ് ഈസ് ഓവർ, സൈലൻസ് ഈസ് ഓവർ, സൈലൻസ് ഈസ് ഓവർ, സൈലൻസ് ഈസ് ഓവർ. നിശബ്ദത തീർന്നു പോയി, നിശബ്ദത തീർന്നു പോയി, നിശബ്ദത തീർന്നു പോയി, നിശബ്ദത തീർന്നു പോയി, നിശബ്ദത തീർന്നു പോയി. സ്വർഗം പറയാണ്, revived when Jacob saw the chariots which were sent by Joseph, he himself revived. യാക്കോബ് ഇതാ ചൈതന്യം പ്രാപിച്ചു. ഇന്ന് പകൽ ചൈതന്യം പ്രാപിക്കുന്നവരുടെ കരങ്ങളൊന്ന് ചലിപ്പിച്ച് സ്തോത്രം പറഞ്ഞാണ്. ചൈതന്യം പ്രാപിക്കുന്നവർ കരങ്ങളെ ചലിപ്പിച്ച് ഹല്ലേലൂയ പറഞ്ഞാണ്. പോരാ പോരാ. ചൈതന്യം. നിരാശകൾ പോകട്ടെ, ഭാരങ്ങൾ നീങ്ങട്ടെ, പ്രതിസന്ധികൾ പോകട്ടെ, വെല്ലുവിളികൾ ഉടയട്ടെ. പകരം സ്വർഗീയ ചൈതന്യം. നീതി സൂര്യന്റെ ഫ്ലാഷ്, നീതി സൂര്യന്റെ ഫ്ലാഷ്, നീതി സൂര്യന്റെ ഫ്ലാഷ്. 2 പതിറ്റാണ്ടിലധികമുള്ളതായ സൈലൻസ് കഴിഞ്ഞിട്ട് കർത്താവ് പറയുന്നു, pack up your suitcase, pack up your suitcase, don't hesitate to go to Egypt. സ്തോത്രം. ഈജിപ്തിലേക്ക് പോകാൻ നീ ഭയപ്പെടണ്ട. കാരണം എൻ്റെ തമ്പുരാൻ പണ്ട് 2 തലമുറയ്ക്ക് മുമ്പേ പറഞ്ഞു, സ്തോത്രം, അതേ നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ജാതികളുടെ നടുവിൽ അവർ 400 സംവത്സരം പാർക്കും. സ്വന്തമല്ലാത്ത ജാതികളുടെ നടുവിൽ അവർ 400 സംവത്സരം പാർക്കും. അതിനുശേഷം വിത്ത് എ ഗ്രേറ്റ് സബ്സ്റ്റൻസ് they will come back to the promised land. വലിയൊരു സമ്പത്തോടു കൂടെ അവർ അന്യമല്ലാത്ത ജാതികളുടെ ഇടയിൽ നിന്ന് പുറപ്പെടും. യേശുവിന്റെ നാമത്തിൽ ഗോഡ്ലി വിഷൻ. ദേശത്തിലെ ഉന്നതന്മാരുടെ സമ്പത്ത് നിന്റെ സന്തതിയുടെ പോക്കറ്റിൽ കടന്നു വരും. There is a transfer, there is a wealth transfer, there is a wealth transfer. ഒഴിഞ്ഞതെല്ലാം നിറയും, ഒഴിഞ്ഞതെല്ലാം നിറയും. അടിമത്തമെല്ലാം തകരും, അടിമത്തമെല്ലാം തകരും. അബ്രഹാമേ, നിന്റെ ഇന്നത്തെ ശൂന്യതയല്ല കാണേണ്ടത്. യാക്കോബേ, ഇന്നത്തെ ഞെരുക്കമല്ല കാണേണ്ടത്. ആരും നടന്നിട്ടില്ലാത്തൊരു വഴി ഇതാ എനിക്ക് കടലിൽ ഉളവാക്കുവാനുണ്ട്. ആരും പൊതിഞ്ഞിട്ടില്ലാത്ത മഹത്വം നിന്റെ സന്തതിയുടെ മേൽ എനിക്ക് പൊതിവാനുണ്ട്. ഇത്ര ശ്രേഷ്ഠ ജാതി എവിടെയുള്ളൂ എന്ന് ലോകക്കാരെ കൊണ്ട് എനിക്ക് പറയിപ്പിക്കാനുണ്ട്.